ഹായ് ഹായ് ഉണ്ണിച്ചേട്ടാ. ഹായ് 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 ഹായ്. എന്തായാലും എന്നും പറയുന്ന പോലെ തന്നെയാണ്, വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ഈ മീറ്റിംഗിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധ്യമാകുന്നത്. എന്നെ പോലെ ഒരു മധ്യസ്ഥന് ഉണ്ണിച്ചേട്ടാ. ഹായ്. ഹായ് ഹായ് പടികളിലൂടെ പോകുന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അതൊക്കെ സാധ്യമാകുന്നത്. നമ്മളിവിടെ ഹായ്. ഫോർത്ത് ഡൈമെൻഷൻ ഓഫ് എക്സിസ്റ്റൻസ്, നമ്മുടെ നിലനിൽപ്പിന്റെ നാലാം മാനത്തെ കുറിച്ചാണ്. പലപ്പോഴും ഈ നാലാം മാനം എന്നൊക്കെ പറയുന്നത് ഫിസിക്സിന്റെ ഒരു ടേമാണ്. നമ്മൾ അതല്ല ഇവിടെ പറയുന്നത്. സമയവും കാലം രീതിയൊക്കെ ആയി ബന്ധപ്പെട്ട് സ്പേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫോർത്ത് ഡൈമെൻഷൻ ചർച്ച ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പണ്ട് തന്നെ നമ്മുടെ പുസ്തകങ്ങളിലെ രണ്ട് ഭാഗങ്ങളിലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റോമൻ ലിപിയിലെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് മധ്യാസക്തനിൽ ഉണ്ടാവേണ്ട മാറ്റം എന്ന് ഡോക്ടർ സിൽക്വർത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്. റോമൻ ലിപിയിൽ എഴുതിയിട്ടുള്ള 24-ാമത്തെ ഭാഗമാണ്. അപ്പൊ അതില് പറയുന്ന ഭാഗം തൊട്ട് വില്യന്റെ കഥയിലെ 8-ാമത്തെ പേജ്, 25-ാമത്തെ പേജിലൊക്കെ ചെറിയ രീതിയിൽ പരാമർശിച്ചു പോകുന്ന ഒരു ഭാഗമാണ് നമ്മുടെ നാലാം മാനം അല്ലെങ്കിൽ ഫോർത്ത് ഡയമെൻഷൻ ജീവിതത്തിന്റെ. നമ്മുടെ പ്രോഗ്രാം തന്നെ അതിലൂന്നിക്കൊണ്ടാണ് ശരിക്കും നിൽക്കുന്നത്. ആ പദം പിന്നീട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു മധ്യാസക്തന്റെ 3 മാനങ്ങൾ ഉണ്ടാവും. ആ 3 മാനങ്ങൾ എന്താണ്? 4-ാമത്തെ മാനത്തിലേക്ക് എത്താനുള്ള യാത്രയാണ് നമ്മുടെ പ്രോഗ്രാമിലൂടെ നടക്കുന്നതെന്ന് പറയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 3 മാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ശാരീരികമായിട്ടുള്ള ഒന്നാണ്. ഭൗതികത അടങ്ങുന്ന ശാരീരികമായ ഒരു തലമുണ്ട് നമ്മുടെ. കാരണം ശരീരം ഉണ്ടെങ്കിലാണ് നമുക്ക് ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. നമ്മുടെ നിലനിൽപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തേത്, നമുക്ക് മാനസികമായ നമ്മുടെ തലം വളരെ നല്ല രീതിയിലായിരിക്കണം. മൂന്നാമത്തെ തലം നമ്മുടെ വൈകാരികമാണ്. ഇപ്പോ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് വലിയ രീതിയിൽ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അത് മാനസികമായിട്ട് നമുക്ക് എന്തിനാണ് നമ്മൾ കുടിച്ചത് എന്നൊക്കെ രാവിലെ പരിതപിച്ചുകൊണ്ട് എഴുന്നേൽക്കാറുണ്ട്. പക്ഷെ വീണ്ടും ആ മാനസിക വ്യതയെ മറക്കാനായിട്ട് വീണ്ടും ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്ന മദ്യത്തെ തന്നെ നമ്മൾ പോയി പിടിക്കും. ഇതെല്ലാം നമ്മളെ വൈകാരികമായ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും. പലപ്പോഴായിട്ട് ഇത് മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വരുമ്പോൾ ശാരീരികമായിട്ട് ഒരു മാറ്റം ഉണ്ടാവുന്നു. കാരണം മദ്യം അവിടെ ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്, ശരീരത്തിൽ നിന്ന് പതുക്കെ നമ്മൾ മദ്യത്തെ മാറ്റി നിർത്തുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കുടിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ മീറ്റിംഗിലേക്ക് കടന്നു വരും. പതുക്കെ പതുക്കെ നമ്മൾ റീഹാബിൽ നിന്നായിരിക്കാം, അതല്ലാതെ മീറ്റിംഗിൽ കയറിയിട്ടായിരിക്കാം, ഇന്നത്തെ ഒരു ദിവസം മദ്യപിക്കുന്നില്ല. ശരീരത്തിന് കുഴപ്പമില്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാവും മദ്യപിക്കാതിരുന്നാൽ തന്നെ. മാനസികമായിട്ട് നമുക്കൊരു ഉല്ലാസം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിലൂടെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മീറ്റിങ്ങിൽ കുറെ ആളുകളുടെ കൂട്ടിപ്പെടുത്തവും പരസ്പരമുള്ള ആ വെളി, അതേപോലെ ആ സോഷ്യൽ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ നമുക്ക് വൈകാരികമായിട്ടൊക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നമുക്ക് ഒറ്റയ്ക്കല്ല നമ്മൾ എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാം, ഈ 3 കാര്യങ്ങളും യോജിപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സമഗ്രമായ വ്യക്തിത്വ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ ആത്മീയമായ ഉണർവ് എന്നൊക്കെ നമ്മുടെ ബിഗ് ബുക്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ആത്മീയ തലത്തെയാണ് ഇവിടെ 4-ാം മാനം എന്നർത്ഥത്തിൽ ഫോർത്ത് ഡൈമെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഡോക്ടർ സിൽക്വർത്ത് പറയുന്ന ഭാഗത്ത് തന്നെ തുടങ്ങുകയാണെങ്കിൽ, ആ റോമൻ ലിപിയിൽ എഴുതിയിട്ടുള്ള 24-ാമത്തെ പേജ് ഡോക്ടറുടെ അഭിപ്രായത്തിൽ, ആ ഒരു കൊടും നിരാശയിലാണ്ട ഒരു മദ്യാസക്തന്, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയുന്ന ഒരു മദ്യാസക്തന് ഒരു മാനസിക മാറ്റം. ഞാനൊക്കെ ആ രീതിയിലായിട്ടുള്ള ഒരാളാണ്. പല കാര്യങ്ങളും മനസ്സിലായി. മദ്യം രോഗമാണ്, എനിക്ക് സാമൂഹികപരമായിട്ട് ആൾക്കാരുടെ മുന്നിൽ കുഴപ്പമുണ്ടാവുന്നുണ്ട്, എനിക്ക് തന്നെ ബോധ്യമുണ്ട് മദ്യം കൊണ്ട് എനിക്ക് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല, മറിച്ച് ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ട്
ഭൗതികത എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. എന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്നുണ്ട്. കടുത്ത ഭയത്തോടു കൂടിയാണ് ഞാൻ പിന്നീട് ഹോസ്പിറ്റലുകളിൽ പോകുന്നത്. വേറെ ശാരീരികമായ രോഗങ്ങൾ എനിക്കുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും എനിക്ക് എന്റെ കുടി നിർത്താനായിട്ട് പറ്റുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് ആണ് ആ ഒരു മാറ്റത്തിന്റെ തുടക്കം, തുടർച്ചയായിട്ട് സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ എന്താ കാരണം? ഒരു മാനസിക മാറ്റം നമുക്കറിയാം മീറ്റിങ്ങിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്, മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉണ്ടാവുന്നു. അതിന്നൊക്കെ മാറിക്കൊണ്ട് തുടർച്ചയായ സുബോധം നിലനിൽക്കുന്നത് പരിപൂർണമായ സമഗ്രമായ ആ വ്യക്തിത്വത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. അപ്പൊ അത് ഡോക്ടർ സിൽക്വർത്ത് പറയുന്നുണ്ട്. അദ്ദേഹം നിരവധി പേരെ ചികിത്സിച്ച ഭാഗത്ത് തന്നെ ഈ ഒരു മാനസിക മാറ്റം ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പോലും വിധി എഴുതുകയാണ്. കാരണം ബാക്കി കാര്യങ്ങളിലൊക്കെ നല്ല ബുദ്ധി കാണിക്കുന്ന ആളായിരുന്നു ബിൽ വിൽസൺ അടക്കമുള്ളത്. ആദ്യത്തെ തവണ അഡ്മിറ്റ് ആയപ്പോ ആ തുടക്കത്തില് ബില്ലിനുണ്ടായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ ബില്ലിന്റെ ശരീരത്തിൽ നിന്ന് മദ്യം വേർപെട്ട് കഴിഞ്ഞപ്പോ ഇത്രയും നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, സിൽക്വർത്തിന്റെ ഓഹരി വിപണിയെ കുറിച്ചും സിൽക്വർത്ത് എവിടെയാ പണം നിക്ഷേപിച്ച്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് സിൽക്വർത്തിനെ പഠിപ്പിച്ച ആളാണ് ബിൽ വിൽസൺ. ആ മനുഷ്യനാണ് വീണ്ടും വീണ്ടും എല്ലാ പറച്ചിലുകളെയും റദ്ദ് ചെയ്തുകൊണ്ട് വീണ്ടും ആ ടൗൺസ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ ഡോക്ടർ സിൽക്വർത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ലൂയിസിനോട്, നീ പോയി രക്ഷപ്പെട്ടോ, ഇവനെ കൊണ്ട് കാര്യമില്ല, ഇവൻ രക്ഷപ്പെടില്ല. ആ രീതിയിലുള്ള കുടിയനായിരുന്നു ബില്ലടക്കമുള്ളവർ. അതേപോലെ നിരവധി പേര്, ബില്ലൊരു ഉദാഹരണം മാത്രം, ഞാനടക്കമെന്ന മറ്റു മദ്യാസക്തരൊക്കെ ആ രീതിയിൽപ്പെട്ടവരാണ്. പക്ഷെ ഇവിടെ ഒരു മാനസിക മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരൊക്കെ അന്ത്യവിധി എടുത്തു എന്ന് പറഞ്ഞാലും ആ മനുഷ്യന് തനിക്ക് ഒരിക്കലും പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ, അതേപോലെ കൊടും നിരാശയിലായിട്ട് ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിക്ക് മദ്യത്തോടുള്ള തന്റെ ആഗ്രഹം എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിവുള്ളവനായി തീരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് ചില ലളിതമായ നടപടികൾ, ഈ ഭാഗമാണ് നമ്മൾ പറയുന്ന ആ മാറ്റം. ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാറ്റങ്ങൾ എന്താണ്. അത് വെറും ഒരു മദ്യപിക്കരുത് അല്ലെങ്കിൽ മദ്യം തനിക്ക് കേടാണ് എന്ന ചിന്തയല്ല. അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്. വീണ്ടും നമ്മളെ തകർത്തെറിയുന്ന തന്ത്രശാലിയും സൂത്രശാലിയും അല്ലെങ്കിൽ ചിന്താകുഴപ്പം ഉണ്ടാക്കുന്നവനുമായ മദ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുന്നതിനോടൊപ്പം ജീവിതത്തിലെ സന്തോഷത്തെ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ എയിൽ നിൽക്കുന്നത് എന്നതിനെ പുനർനിർവചിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാനസികമായിട്ടുള്ള സുഖക്കുറവ്, അതേപോലെ നിരാശ, ചില കാര്യങ്ങൾ നടക്കാതെയാകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങൾ, ഈ പ്രശ്നങ്ങൾ, അതേപോലെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച പോലെ സംഭവിക്കുമ്പോൾ നമ്മുടെ പല സുഹൃത്തുക്കളും പറയാറ്, നമ്മൾ അതൊക്കെ പലപ്പോഴും ഇങ്ങനെ തിടുക്കം കാണിക്കാം. ഞാനൊക്കെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ഏതെങ്കിലും ഇപ്പൊ എനിക്ക് ജോലി, എന്റെ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി, ഒരു മാസം ഞാൻ എയിലൂടെ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനപ്പോ ആൾക്കാർ ഈ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയമായതുകൊണ്ട് ഞാനും അത്ഭുതങ്ങൾ, അത്ഭുതം കാണിച്ചു എന്ന് പറയാൻ തിടുക്കം കാണിച്ചു. യഥാർത്ഥത്തിൽ എയുടെ അത്ഭുതമൊന്നും അല്ല അത്. കാരണം ഞാൻ പണ്ട് മുതലേ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് വന്ന FMCG ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളായത് കൊണ്ടാണ്. പിന്നെ ആ കമ്പനിയിൽ അതേ സമയത്ത് എന്നെ പോലെ ഒരാളെ അവർക്ക് കിട്ടില്ല. സമയം എല്ലാം നമുക്ക് അനുഗുണമായി വരുന്ന അങ്ങനെയാണ്. അങ്ങനെ ഒരു അവസരം അവിടെ വരുന്നു. അവർക്ക് സാലറി കുറച്ചുകൊണ്ട്, കാരണം എനിക്ക് 2-3 തവണ എനിക്ക് മാപ്പ് തന്നിട്ട് വീണ്ടും കുടിച്ചത് കൊണ്ട് അവർ പറയുന്ന രീതിയിൽ അടിമയെ പോലെ ഞാൻ നിൽക്കും എന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് എന്നെ അടുത്തത്. പക്ഷെ ഇതൊക്കെ ഭയങ്കര അത്ഭുതമായി. കാരണം വീടിന്റെ അടുത്ത് തന്നെ പണി, ഈ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ അമിതമായ സന്തോഷം, അതിന്റെ പുറകെ പോവുക, നിയന്ത്രിക്കാൻ പറ്റാതെ വരിക. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാന് ആൽക്കഹോളിക്സ്, ഞാനൊരു രോഗിയാണ്, മദ്യാസക്തനാണ്. ഞാൻ മദ്യം നിർത്തി കഴിഞ്ഞാൽ മാത്രം എന്റെ രോഗം ശരിയാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഞാൻ മദ്യം നിർത്തി. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നം, ശാരീരികമായിട്ടുള്ള വിഷമതകൾ, നമുക്ക് മരുന്നുകളുണ്ട്. അതേപോലെ നല്ല ഒരു ആരോഗ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം, നല്ല ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, പിന്നെ മാനസിക ഉല്ലാസം തരുന്ന നമ്മുടെ സിനിമ കാണാറുണ്ട്, അല്ലെങ്കിൽ അതേപോലെ നിരവധി നമുക്ക് ഇഷ്ടപ്പെടുന്ന പല പരിപാടികളുണ്ട്, മാനസിക ഉല്ലാസം കിട്ടുന്ന വിനോദങ്ങളുണ്ട്.
ഇനി ഇതെല്ലാം പുറമെ എയുടെ മീറ്റിങ്ങുകൾ, വാർഷികങ്ങൾ, എക്കാരുമായി ചേർന്നിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ഞാൻ സജീവമായിട്ട് പങ്കെടുക്കുന്നു. ഞാൻ മദ്യപിക്കുന്നുമില്ല. എൻ്റെ ശരീരത്തെയും ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇതുകൊണ്ട് എനിക്ക് ശരിയായോ? ശരീരത്തിന്റെ അസുഖത്തെ നമ്മൾ പരിഹരിച്ചു, മാനസികമായിട്ടുള്ള കാര്യത്തെ നമ്മൾ പരിഹരിച്ചു. ഈ വൈകാരികതയെ കുറിച്ച് പരിഹരിക്കണം. നമ്മുടെ ഈ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം, സങ്കടമൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് യോഗയോ ധ്യാനമോ ഏതൊക്കെ മാർഗം ആയിക്കോട്ടെ, പല മാർഗങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയ ആളുമാണ്. അപ്പൊ ഇത്തരം പരിപാടികളൊക്കെ ഞാൻ ചെയ്തു. ഒരു സൈഡിൽ ഉണ്ട്. ഇതെല്ലാം കൊണ്ട് എനിക്ക് പരിപൂർണമായിട്ട് സന്തോഷത്തിലേക്ക്, സന്തോഷം എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, പെട്ടെന്നുണ്ടാവുന്ന പ്ലഷർ അല്ല, നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷത്തേക്ക് ഇതെനിക്ക് പറ്റുമെന്നാണ്. പരിപൂർണമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം. ആ സന്തോഷം അങ്ങനെ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒന്നല്ല. അങ്ങനെ ജീവിതത്തെ ജീവിതമായിട്ട് നേരിടുക പറ്റുമോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അതൊന്നും പറ്റിയിരുന്നില്ല. ഞാൻ ആദ്യകാലത്ത് എയിൽ വന്നപ്പോൾ എപ്പോഴും പറയുന്ന പോലെ, നമുക്ക് ആ 10 കിട്ടുകിൽ 100 മതി എന്നും 100 കിട്ടുകിൽ അത് 1000 ആകിൽ എന്ന് സഹസ്രമാകിൽ എന്ന് പറയുന്നൊരു ശ്ലോകത്തിൽ പറയുന്ന പോലെ, നമുക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും ഭക്ഷണം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു കാരണവശാലും പരിപൂർണമായ സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോ തുടർച്ചയായിട്ട് ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിലൊന്നും ഉറച്ചു നിൽക്കാനും പറ്റുന്നില്ല. ഇന്ന് സന്തോഷം എന്ന് കരുതുന്നത് ഒരു യാത്രയാണെങ്കിൽ, ആ യാത്രയിലേക്ക് പോകുന്നതിന് മുന്നേ കുറെ പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ടാക്കുന്നു, യാത്ര ചെയ്യുന്നു. യാത്രയുടെ ദിവസം എത്തുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം, ആ വരച്ച വരയിൽ നിന്ന് ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം എല്ലാം നഷ്ടമാവും. യാത്ര പോയ ശേഷമുള്ള സന്തോഷം പിന്നീട് നീണ്ടു നിർത്താനും എന്നെ കൊണ്ട് സാധിക്കും. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന്റെ പ്രസക്തി കടന്നു വന്നത്. 12 പടികൾ എന്തിനാണെന്നുള്ള ചോദ്യം. ആ 12 പടികളെ ഞാൻ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. അത് എന്തിനാണ് 12 പടികൾ ചെയ്യുന്നത്? അവിടെയാണ് കൂടുതൽ അർത്ഥവത്തായ, കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു നിലനിൽപ്പിന് എന്നെ അനുവദിക്കുന്ന, വളരെ കൃത്യമായിട്ട് തന്നെ എനിക്കൊരു അർത്ഥമുണ്ടായിരിക്കണം, എൻ്റെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം, ഞാൻ നിലനിൽക്കണം, എക്സിസ്റ്റ് ചെയ്യണം ഇവിടെ. അതിനുള്ള എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു അവബോധമുണ്ട്, എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതാണ് ഈ അവബോധം എന്ന് പറയുന്നത്. ആ അവബോധം എന്തിനാണ്? ഞാൻ എന്നെ കുറിച്ച് അറിഞ്ഞത് കൊണ്ടോ വെറുതെ കുറെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടോ കാര്യമുണ്ട്. ഞാൻ എന്താണ്, ഞാനെന്ന മദ്യാസക്തന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ 12 പടികൾ. അങ്ങനെ ഉണ്ടാകുമ്പോ അതിലൂടെ എനിക്ക് സമാധാനം ഉണ്ടാകണം. ആ സമാധാനം എന്തിനാണ്? അവിടെയാണ് ആ സമാധാനം, ഉയർന്ന നമ്മൾ പറയുന്ന വലിയ ശക്തി എന്ന ആശയം. ആ ദൈവം എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞ് പഴകിയ ദൈവമല്ല. ഏടെ ലിറ്ററേച്ചറുകളിൽ പറയുന്ന ആ ദൈവം എന്തിനാണ്? ആ ദൈവവുമായിട്ടുള്ള ബന്ധം, ഉയർന്ന ശക്തി എന്ന് പറയുന്ന ആശയവുമായിട്ടുള്ള ബന്ധം, അതിൽ നിന്ന് പ്രായോഗിക പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെയാണ് കാര്യം. രണ്ടാമത്തെ പടിയിൽ ദൈവത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന് വേണ്ടി പോരാടുന്ന, ദൈവം ഉണ്ട് എന്നോ അല്ലെങ്കിൽ ഇല്ല എന്നോ പറയുന്ന പോരാളിയായിട്ടല്ല ഇവിടെ. എവിടെ പ്രവർത്തിക്കുന്നു എൻ്റെ ജീവിതത്തിൽ? എന്തിനാ 2-ാം പടി? വെറുതെ ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞാൽ എനിക്ക് പ്രതിഫലമൊന്നും കിട്ടില്ല. എയുടെ പുസ്തകങ്ങളിലോ ലിറ്ററേച്ചറിലോ എവിടെയും പറയുന്നില്ല നിങ്ങൾ എന്നെ പുകഴ്ത്തിക്കോ, ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരും. അങ്ങനത്തെ ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എയുടെ ലിറ്ററേച്ചറിൽ. ഈ ദൈവസങ്കല്പം അതല്ല. ഇത് പ്രവൃത്തിയാണ്. 100% പ്രാവർത്തികമാകുന്ന പ്രവർത്തികളാണ്. ഒരു മാറ്റവും ഇല്ല അവിടെ. പൂർണ്ണമായി പ്രവർത്തിക്കണം. അപ്പൊ നമുക്ക് ആ പ്രവൃത്തി എങ്ങനെ കടന്നു വരാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ 3 മാനങ്ങൾ എന്തൊക്കെയാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാഴ്ചപ്പാടിലൂടെ 3 മാനങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ആ 3 മാനങ്ങൾ നമ്മുടെ ദൈനംദിന നിലനിൽപ്പാണ്. എയില് പറയുമ്പോൾ പറയേണ്ടത്, നമ്മൾ ഒരു സംഗതികൾക്കും എതിരല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ പലരും പറഞ്ഞ മാതിരി നമ്മൾ ദേഷ്യത്തിന്, നമ്മുടെ വികാരങ്ങൾക്ക് എതിരല്ല. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. നമ്മുടെ 3 മാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന നിലനിൽപ്പാണ്.
ആ മാനങ്ങൾ യോജിപ്പിലേക്ക് വന്നിട്ടാണ് നമ്മൾ നാലാമത്തെ മാനം, പുതിയ തലത്തിലേക്ക് നമ്മൾ കയറുക. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ ഭൗതികതയാണ്. നമുക്കറിയാവുന്ന ശാരീരികത്തിൽ വരുന്നതാണ് ഭൗതികത. അവിടെ ശരീരം വരുന്നുണ്ട്, നമ്മുടെ ആരോഗ്യം വരുന്നുണ്ട്, നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പണമടക്കം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന കാര്യങ്ങളാണ് ഭൗതികത. നമ്മുടെ ജോലി മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. ഭൗതികത തീർച്ചയായിട്ടും നമ്മൾ നിരസിക്കുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും ഭൗതികത നമുക്ക് വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒന്നാണ്. രണ്ടാമത്തേത് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം, വളരെ ആവശ്യം വേണ്ട ഒന്നാണ്. അതിന് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രായോഗികമായ യുക്തിബോധവും നമുക്കുണ്ടാവണം. എന്നാലാണ് മാനസികമായ മാനത്തിലൂടെ നമുക്ക് കാര്യങ്ങളെ കാണാൻ പറ്റും. മൂന്നാമത്തേത് വൈകാരികതയാണ്. നമ്മുടെ വികാര പ്രകടനങ്ങളെല്ലാം അതിൽ പെടുന്നതാണ്. അപ്പൊ അവിടെ ഈ മൂന്ന് മാനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ബിഗ് ബുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഭാഗം, ഈ ഫോർത്ത് ഡയമെൻഷനെ കുറിച്ച് പറയുന്ന ഭാഗത്തിൽ തൊട്ട് മുന്നേ നമ്മുടെ പരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ബിഗ് ബുക്കിന്റെ പഴയ ബിഗ് ബുക്ക് 24-ാമത്തെ പേജിൽ നിന്ന് തുടങ്ങി ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിഹാര മാർഗത്തിന്റെ പൂർത്തീകരണത്തിന് എന്താണ് ആത്മപരിശോധന. നമ്മുടെ പ്രോഗ്രാമിന്റെ അന്തസത്ത തന്നെ നമ്മളെ പരിശോധിക്കുക എന്നതായി. അതുവരെ എയുടെ പടികൾ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നടത്തിയിരുന്നത് മറ്റുള്ള ആളുകളുടെ പരിശോധനയാണ്. എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ, എൻ്റെ ഓഫീസിലെ മറ്റു ജോലിക്കാരുടെ. ഞാൻ എന്നെ പരിശോധിച്ചിട്ടില്ല. എന്നെ പരിശോധിച്ചാൽ പോലും വലിയ കുഴപ്പങ്ങളില്ലാതെ എന്നെ കൊണ്ടുപോകുന്ന, എന്നെ ഇങ്ങനെ താലോലിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് എൻ്റെ. എല്ലാത്തിലും മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും ഞാൻ കാണും. AI പ്രോഗ്രാമിൽ മാത്രമാണ് ഏത് കാര്യമാണെങ്കിലും പരിപൂർണ പരിശോധന നിന്റേതാണ് എന്ന് പറഞ്ഞത്. അപ്പൊ പരിഹാരമാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ പടിയുടെ ഭാഗമായിട്ട് ഒരു പരിഹാരമുണ്ട് എന്ന അധ്യായത്തിന്റെ 25-ാമത്തെ പേജിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. പൂർത്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ആത്മപരിശോധന ഞാൻ എന്നെ കണ്ടെത്തലാണ്. എന്താ കുഴപ്പം എന്ന്, എനിക്ക് എന്തൊക്കെ മാറ്റാൻ പറ്റും എന്ന കാര്യമാണ് കണ്ടെത്തുന്നത്. എന്റെ തെറ്റുകളിലേക്ക് മാത്രമാണ് അവിടെ നോക്കുന്നത്. അവിടെ ഏത് കാര്യമുണ്ടായാലും, അവിടെ സുഖമുണ്ടായി കഴിഞ്ഞാലും ദുഃഖമുണ്ടായാലും, സന്തോഷമാണെങ്കിൽ അമിതമായ സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, AI അത്ഭുതമാണെന്നൊക്കെ പറയാൻ നമ്മൾ തിടുക്കം കാണിക്കും. അതൊന്നുമല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഈ സാധനം. ദുഃഖം പറയുമ്പോൾ നമ്മൾ പറയുന്നില്ല എല്ലാം ദൈവഹിതാണെങ്കിൽ ദുഃഖവും ദൈവഹിതാണ്. അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതിന് ദൈവത്തിന്റെ പെടലിക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. അതല്ലത്. ഏതൊരു കാര്യത്തിലും നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിതമായ അഭിമാനബോധം. ഞാനെന്ന മദ്യാസക്തന്റെ ഏറ്റവും വലിയ കുഴപ്പം ഈ അഭിമാനബോധമാണ്. ഞാൻ എന്തൊക്കെയോ ആണ്. ഒരാളൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ പ്രായലോട് എതിർക്കുന്നത്. കാരണം നമ്മൾ അത്ര കുറഞ്ഞവരൊന്നുമല്ല, നമ്മൾ അയാൾ കൊച്ചാക്കി എന്നുള്ള തോന്നലുകൾ. അതാണ് നമ്മുടെ ഈഗോ. ഉടൻ തന്നെ നമ്മൾ മറുപടി പറയും. ഒരു കാര്യവും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ കുറച്ച് ഒച്ചത്തിൽ അയാൾ പറഞ്ഞാൽ നമ്മളെ കളിയാക്കി അവര് തോന്നിയാൽ ഉടനെ നമ്മൾ തിരിച്ച് പ്രതികരിക്കും. ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. സന്തോഷമാണെങ്കിൽ സന്തോഷം വന്ന് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പൊ ഇത് സന്തുലിതമാക്കാൻ നമ്മളോട് തുടക്കത്തിലേ പറയുന്നു. അങ്ങനെ ആവുമ്പോ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതം ഉണ്ടല്ലോ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ എത്തുന്നവരെ എന്റെ കുറെ ചിന്തകളും എന്റെ അറിവൊക്കെ ഉണ്ട്. ആ ജീവിതത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇതൊക്കെ ഉണ്ടായി ഒരു സൈഡിൽ ഞാൻ എന്നെ കുറിച്ച് ഊറ്റം പറയുമ്പോഴും എനിക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ വലിയ പ്രത്യാശയൊന്നുമില്ല. പ്രത്യാശ ഉണ്ടെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്ന് ഞാൻ പറയണം. നമ്മൾ പറയില്ല, ആണ്ടി വലിയ അടിക്കാരനാ. ആരാ പറഞ്ഞ? ആണ്ടി പറഞ്ഞു. ആണ്ടിയെ പൊക്കാൻ വേറെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നെ പൊക്കി പറയണ്ടല്ലോ. ഞാൻ എന്തിനാ മറ്റുള്ളവരോട് പറയുമ്പോ എന്നെ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഭയങ്കര ജനറൽ മാനേജറാണ്, ഞാൻ ഭയങ്കര എഴുത്തുകാരനാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്. എന്തിനാ അത് പറയണേ? എനിക്കെന്നെ ബോധ്യമില്ലാന്ന്, എനിക്ക് ഉറപ്പില്ല. പലതിലും ശിക്കാരി ശംഭുവിനെ പോലെ അപകടങ്ങൾ പറ്റിയിരിക്കുക. എന്നെ സ്വയം അങ്ങോട്ട് കുറയ്ക്കാൻ വയ്യ. പരിണാമപരമായിട്ട് മനുഷ്യൻ ആ എക്സിസ്റ്റിന്റെ ഭാഗമാണ് ഈ പറച്ചിലൊക്കെ. അപ്പൊ എന്താ സംഗതി? എന്താ? എനിക്ക് എന്നിൽ വിശ്വാസമില്ല. ജീവിതത്തെക്കുറിച്ച് വലിയ പ്രത്യാശയൊന്നുമില്ല. പറച്ചിലും ആഗ്രഹങ്ങളൊക്കെ വലിയ ഒരു മലയോളം ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. പക്ഷെ വലിയ പ്രത്യാശയൊന്നുമില്ല. അടുത്ത നിരർത്ഥകതാബോധം എനിക്കുണ്ട്. ആ ബോധ്യം ഞാൻ സമ്മതിക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്.
എന്റെ ജീവിതം അനിയന്ത്രിതമായിട്ടുണ്ട്, പല ഭാഗങ്ങളിലും കുഴപ്പമുണ്ട്. മറ്റേത് എന്താ പറയുന്നത്, മദ്യത്തിന്റെ കാര്യത്തിലൊക്കെ ഇത്തിരി കുഴപ്പമുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളിലൊക്കെ ഞാൻ അടിപൊളിയാ. എന്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നീ കുടിക്കാതിരുന്ന ഗംഭീരന. ഈ സാധനം ഞാൻ പറയുമ്പോ തന്നെ എന്റെ ഉള്ളിൽ ഞാൻ അത്ര കുഴഞ്ഞ പുള്ളിയല്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള വ്യഗ്രതയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൃത്യമായി തിരിച്ചറിഞ്ഞു, ഇതെല്ലാം എന്റെ കുഴപ്പമാണ്. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിലൂടെ ജീവിത രീതിയിലേക്കുള്ള കീഴ്പ്പെടൽ, പരിപൂർണമായിട്ടും ജീവിത രീതിയായിട്ട് എഴുതിച്ചേരാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് അവിടെയാണ്. ശരിക്കും നമ്മുടെ പ്രോഗ്രാമിൽ ഒന്നാമത്തെ പടിയിൽ തന്നെ എന്താ രോഗം, ആ രോഗത്തിന്റെ പരിഹാരം പറഞ്ഞു. പിന്നീട് അതിന്റെ വിശദീകരണ ബാക്കി പടികളൊക്കെ. കാരണം എന്താ, ഒരു സുപ്രഭാതത്തിൽ ഒരു ബോധ്യം ഉണ്ടായാൽ ആ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കാനോ അതിനെ തുടർച്ചയാക്കാനോ അഭ്യാസകർക്ക് സാധിക്കാറില്ല. എല്ലാം ആവേശമാണ്. അവിടെ പറയാണ്, ഞാൻ പൂർണ്ണമായിട്ടും അതിലേക്ക് ഇടുകിച്ചേരണം. അതിന് 1, 2, 3 പടികൾ നമുക്കറിയാം. നമുക്ക് 3 ABCകൾ പറയാറുണ്ട്. അമിത മദ്യപാന രോഗികളാണ്, നമ്മുടെ ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല, ദൈവത്തെ തേടിയാൽ തീർച്ചയായിട്ടും രോഗശമനം വരുത്തും, ദൈവത്തിന് ഇത് സാധിക്കുമെന്ന് പറയുന്ന 3 പടികളുണ്ട്. നമ്മുടെ 1, 2, 3 പടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ബോധ്യം, ഒരു തീരുമാനമെടുക്കൽ മാത്രമാണ് 3ാമത്തെ പടി വരെ. നമ്മൾ മദ്യപാന രോഗിയാണ്, നമ്മുടെ ജീവിതം കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റിയില്ല, നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, നമ്മൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കണം, ഒരു വലിയ ശക്തി എന്ന ആശയം കടന്നു വരണം, നമ്മുടെ അഹങ്കാരം കുറക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അങ്ങനെയുള്ള തീരുമാനമെടുക്കുന്ന പടികളാണ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. അത് മാത്രമാണ് അവിടെ വരുന്നുള്ളൂ. അവിടെ സന്നദ്ധത വരുന്നുണ്ട്, നമുക്ക് പരിപൂർണമായ സന്നദ്ധത വരെ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. എന്റെ രോഗം പരിഹരിക്കണം, ഇനി ഞാൻ ചില പ്രവർത്തികൾ ചെയ്യണം. ഈ 3 പടികൾ വരണമെച്ചാൽ തന്നെ കീഴ്പ്പെടൽ കൃത്യമായി നടന്നാലേ നമുക്ക് ഇത് പ്രവർത്തിക്കുള്ളൂ. ഇനി ആ രീതിയിലേക്ക് ഞാൻ കീഴ്പ്പെടാൻ തയ്യാറായി, ഇനി മറ്റുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പ് വരുന്നുണ്ട്. പഴമക്കാരുടെ അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന നമ്മുടെ ലിറ്ററേച്ചറുകൾ കടന്നു വരുന്നുണ്ട്, മീറ്റിങ്ങുകൾ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ കേട്ടു, നമ്മൾ ഏടെ പടികൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ വേറെ ആൾക്കാർ തന്ന സ്റ്റെപ്പ് ചെയ്യുന്ന പല മെത്തേഡുകൾ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഞാൻ കുറെ ഉത്തരങ്ങളൊക്കെ എഴുതി, കുറെ ചോദ്യവും. ഇനി എനിക്ക് തന്നെ ചോദ്യങ്ങൾ എഴുതി ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെയൊക്കെ ചെയ്ത രീതിയിൽ നമ്മൾ തന്നെ ചോദ്യം ഉണ്ടാക്കുക. ഇനി ഇതൊക്കെ ഞാൻ കുറെ ഉത്തരം എഴുതി ഉണ്ടാക്കി, കുറച്ച് മീറ്റിങ്ങിൽ ഷെയറിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഞാൻ ശരിയാവും. അടുത്ത ചോദ്യമാണ്, ഞാൻ ഇതൊക്കെ എഴുതി, ഞാൻ പറയാലോ സ്റ്റെപ്പ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് അറിയാം, ഞാൻ സ്റ്റെപ്പ് സ്റ്റഡി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ ശരിയാവും. ഇതാണ് അടുത്ത ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിയാവില്ല. ഉത്തരം എഴുതിയോണ്ട് എന്താ കാര്യം? ഇതൊക്കെ പല കാര്യം എനിക്ക് പണ്ടും അറിയാവുന്നല്ലേ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതി, അത് ഞാൻ സർവ മേഖലകളിലേക്കും പ്രവർത്തിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഞാൻ എവിടെയാണ് ജീവിത രീതിയെ തുടങ്ങിയിട്ടുള്ളത്? ഇതായിരുന്നു എന്നോട് പറഞ്ഞത്. ആ സ്റ്റെപ്പ് ചെയ്തു എന്ന് കാണിക്കാലോ, സ്റ്റെപ്പ് വർക്കിലാണ്, സ്റ്റെപ്പ് ചെയ്തവരൊക്കെ ഗംഭീരന്മാരാണ്. ഇവിടെ ആരും ആർക്കും അവാർഡൊന്നും കൊടുക്കുന്നില്ല. സ്റ്റെപ്പ് ചെയ്തോ അതൊക്കെ വ്യക്തിപരമാണ്. ഞാൻ ഇതിനെ എന്റെ മേഖലകളിലേക്ക് പ്രവർത്തിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നാ ചോദ്യം. ആത്മീയ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കണം. അപ്പോഴാണ് സ്വപ്നം കാണാൻ കഴിയാത്ത 4ാം മാനത്തിലേക്ക് ഞാൻ എത്തുക. ബില്ല് പറയാറുണ്ട് അവിടെ വളരെ പെട്ടെന്ന് തന്നെ 8ാമത്തെ അതിൽ അദ്ദേഹം പറയുന്ന പോലെ, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും. പിന്നീട് വന്ന പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബില്ലിന്റെ പോലെ വെള്ളി വെളിച്ചമായിട്ടല്ല, നമ്മുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമഗ്രമായ വ്യക്തിത്വത്തിലെ മാറ്റമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ആത്മീയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന പറഞ്ഞു. അത് നമ്മൾ സ്വപ്നം കണ്ടെന്നോ, നേരത്തെ പറഞ്ഞ എന്തെങ്കിലും വെള്ളി വെളിച്ചം ബില്ലിനെ പോലെ ഉണ്ടാവണം എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ നമുക്ക് ഉറക്കത്തിൽ അരുളപ്പാട് പോലെ വെളിപാടുണ്ടാകുന്നതോ അല്ല. മറിച്ച് നമ്മുടെ 25ാമത്തെ പേജിൽ പറയുന്നത് പോലെ ജീവിതത്തോടും സഹജീവികളോടും ഈശ്വര സൃഷ്ടിയായ പ്രപഞ്ചത്തോടുമുള്ള എന്റെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകണം. ജീവിതത്തോടും ഇതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടല്ല ഉണ്ടാവേണ്ട. അതേപോലെ സഹജീവികളായ മറ്റു മനുഷ്യർ, ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ എന്റെ സഹജീവികളാണ്. അതെന്റെ മകളായിക്കോട്ടെ, മകനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, എന്റെ വീട്ടിലെ പണിക്കാരനായിക്കോട്ടെ, എന്റെ ഓഫീസിൽ എന്റെ കീഴുദ്യോഗസ്ഥനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാം സഹജീവികളാണ്.
ഈ കാര്യങ്ങൾ എന്നോട് മാറണം. അവിടെ ദൈനംദിന പ്രവർത്തികളിലേക്ക് ഞാൻ വിപ്ലവം ഉണ്ടാക്കണം എന്നാ പറഞ്ഞത്. വിപ്ലവ പരിവർത്തനം എവിടെ ഉണ്ടാവേണ്ടത്? എന്റെ പ്രവർത്തികളിൽ ഉണ്ടാകണം. അടിമുടി മാറ്റിമറിക്കലിന്, സമഗ്രമായ വ്യക്തിത്വ മാറ്റത്തിന് ഞാൻ തയ്യാറാകണം എന്ന് അവിടെ പ്രോഗ്രാം പറഞ്ഞത്. അപ്പോൾ അത്ഭുതം നടക്കും. അത്ഭുതം എവിടെ നടക്കുക അറിയോ? അപ്പോൾ അത്ഭുതം നടക്കുക. ഈ രീതിയിൽ എനിക്ക് മാറ്റം ഉണ്ടാവണം. കാഴ്ചപ്പാട് മാത്രം മാറിയാൽ പോലെ അത് പ്രവൃത്തിയിലേക്ക് കടന്നു വരണം. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റവന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അവനെ തെറി വിളിക്കുന്നത് തൊട്ട്, ഇന്നലെ നടന്ന അല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവനെ തെറി പറയുന്ന പരദൂഷണങ്ങളിലേക്ക് തുടങ്ങി. ഇതേ ഞാൻ ആലോചിക്കണം. ഈ രീതിയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് മാറേണ്ടതുണ്ട്. അവിടെ എന്താണ് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ അത്ഭുതങ്ങൾ. നമുക്ക് പണ്ട് സാധിക്കാതിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും ഇതെല്ലാം മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സമഗ്രമായ വ്യക്തിത്വ മാറ്റമാണ്. അത് പണ്ടത്തെ സ്വഭാവമോ പണ്ടത്തെ രീതികളിലോ അല്ല എനിക്ക് ഉണ്ടാകുക. അവിടെ അത്ഭുതം നടക്കുന്നു. അതാണ് അത്ഭുതമായിട്ട് പറയുന്നത്. ഭൗതികമായ വിജയം ഉണ്ടായി. ഇന്നൊരു കേസ് നടക്കാറുണ്ടായിരുന്നു. ആ കേസിൽ ഞാൻ ജയിച്ചു. അത്ഭുതം. ഭയങ്കര അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം ഭയങ്കര മഹാൻ. ഈ അത്ഭുതമായിരുന്നില്ല. സമഗ്രമായ വ്യക്തിത്വ മാറ്റത്തിന് ഞാൻ എത്ര തയ്യാറായിട്ടുണ്ട്, അപ്പോൾ അത്ഭുതം നടക്കുന്ന പറഞ്ഞു. ജീവിതത്തിലേക്ക് വലിയ ശക്തി കടന്നു വന്നു എന്ന തോന്നൽ, അവിടെയാണ് വലിയ ശക്തി ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോ എന്താ ഉണ്ടാവണേ? അവിടെ പണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ദൈവം നേടിത്തരുന്നു. എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരാളോട് എനിക്ക് ഒരിക്കലും മാപ്പ് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടവനാണ് അവൻ എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മളത് മാറി, നമ്മൾ നമ്മളിലേക്ക് തിരിച്ചു വന്നു. അവിടെ നമ്മളെ കൊണ്ടത് സാധ്യമാക്കും. ഞാൻ അവന്റെ അടുത്ത് പോകത്തില്ല, ഒരു കാര്യം നിങ്ങളൊന്നും പറയണ്ട, അവിടെ ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞ അവിടെ നമ്മൾ പോകും. അവിടെയാണ് അത്ഭുതം. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും അവിടെ വലിയ ശക്തി പ്രവർത്തിക്കും. അപ്പൊ വളരെ കൃത്യമായിട്ട് വലിയ ശക്തി എന്ന ആശയത്തിന്റെ ബോധ്യം കടന്നു വരും. ആ ദൈവം എന്ന് പറയുന്നത് കൈക്കൂലി കൊടുത്തുകൊണ്ടും പരാതി പറഞ്ഞുകൊണ്ടും പരിഭവം പറഞ്ഞുകൊണ്ടും ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന സ്വാർത്ഥ കേന്ദ്രീകൃതമായ ചിന്തയിൽ നിന്നുള്ള ദൈവമല്ല. അത് ഞാൻ പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്നതോ പ്രാർത്ഥിച്ചതുകൊണ്ട് മാറ്റം ഉണ്ടാക്കുന്ന എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ മാറ്റുന്ന ഒന്നല്ല. പ്രാർത്ഥിച്ചാൽ മാത്രമായിട്ട് സ്വാർത്ഥ ചിന്തയാണ് എന്റെ പ്രാർത്ഥന എന്നുള്ള ബോധ്യം മറ്റു പ്രാർത്ഥനകൾ. മറിച്ച് എനിക്ക് സാധ്യമല്ലാതിരുന്ന വ്യക്തിത്വ മാറ്റം എന്നിലുണ്ടാക്കുന്ന, എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാൻ ഇങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങൾ, ജോലി നന്നായി നടക്കണം, മക്കള് നന്നായി പഠിക്കണം, ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവരുത്, എനിക്ക് ഇങ്ങനെ മാസം സാലറി കിട്ടിക്കൊണ്ടിരിക്കണം, ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ടൂറ് പോകണം, എനിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവരുത്, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ റിസൾട്ട് എല്ലാം ഓക്കെ ആവണം. അപ്പൊ ദൈവം മഹാനാണ്, കൂടുതൽ കൂടുതൽ കൈക്കൂലി കൊടുക്കാൻ ഞാൻ വില്ലിങ് ആണ്. ഇതല്ല. ഇതിവിടെ ടെസ്റ്റ് ചെയ്താൽ എന്റെ നെഗറ്റീവായിട്ട് എന്റെ ക്യാൻസർ ആണെങ്കിൽ അത് ക്യാൻസർ ഉണ്ടായിരിക്കും, അതിനെ നേരിടാൻ എന്നെ സഹായിക്കും. ഇന്ന് ക്യാൻസർ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു അത് ക്യാൻസർ ബാധിച്ചിരിക്കുകയും ഞാൻ ആ അവസ്ഥയിലേക്ക് നിൽക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്റെ സാഹചര്യങ്ങളെ, പണ്ട് പറ്റാതിരുന്ന സാഹചര്യങ്ങളെ, വസ്തുക്കളെ, ആളുകളെ അതെന്നെ കൊണ്ട് സ്വീകരിപ്പിക്കുന്ന വലിയ ശക്തി എന്ന ആശയം. അതാണ് ആ ബോധ്യം. അവിടെ ദൈവം എന്ന് പറയുന്നത് എന്റെ ഭൃത്യനല്ല. ഞാൻ എന്റെ പണിക്കാരനോട് പറയണ പോലെ ദൈവത്തിനോട് ഇങ്ങനെ പറയാ, നാളെ നീ അങ്ങനെ ചെയ്യണേ, ഇങ്ങനെ ചെയ്യണേ, അങ്ങനെ വരുത്തണേ, ഒന്നുമില്ല. ഭൃത്യനോടല്ലേ അങ്ങനെ പറയുന്നത്. സംഭവം നമ്മൾ പറച്ചിലൊക്കെ എങ്ങനെയാണ്, ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ എന്താ, ഭൃത്യനാണ്. പക്ഷെ ഭൃത്യനല്ല. മൂന്നാമത്തെ പടിയിൽ പറഞ്ഞിട്ടുണ്ട്, യജമാനനാണ് വലിയ ശക്തി എന്ന ആശയം. യജമാനനാണ് എന്ന ബോധ്യം. യജമാനനോട് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. യജമാനൻ പറയുന്നത് എന്താണോ അത് ചെയ്യുക, ആ രീതിയാണ്. അവിടെ വരുത്തുന്നതെല്ലാം തന്നെ യജമാനന്റെ പ്രവൃത്തിയാണ്, നല്ലതും ചീത്തയും എല്ലാം. അതുകൊണ്ടാണ് നന്മയുടെയും തെന്മയുടെയും അധിപൻ എന്ന് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ബുക്കിന്റെ ലിറ്ററേച്ചറുകളിലൊക്കെ. പല ഭാഗത്തും നമ്മൾ എടുത്തതാണെങ്കിലും ഇതെല്ലാം സംഭവിപ്പിക്കുന്ന, നല്ലത് മാത്രം വരുമ്പോൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചല്ല നമ്മുടെ ലിറ്ററേച്ചർ പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെ സ്വീകരിപ്പിക്കുന്ന വലിയ ശക്തി,
അതെന്റെ യജമാനനാണ് എന്ന കാഴ്ചപ്പാട്. അപ്പൊ അവിടെ നമുക്ക് ബില്ലിന്റെ കഥയിലേക്ക് 8ാമത്തെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം തകർന്നിരിക്കുന്ന ബില്ല് നമുക്കറിയാം, എല്ലാ മദ്യാസക്തനും ഉണ്ടാവും. ജീവിതത്തിലേക്ക് മറ്റൊരു പ്രതീക്ഷയുമില്ലാതെ ഇനി എങ്ങനെ മദ്യം നിർത്താൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്തിനാണെന്ന് പറയുന്ന നമ്മള് സന്തോഷവും സമാധാനവും, എന്തിനാണ് ഈ എയുടെ പ്രോഗ്രാമിന് നമ്മൾ ഉപയോഗിക്കുന്നത്? സന്തോഷവും അതേപോലെ സമാധാനവും ജീവിതം ഒരു ഉപയോഗക്ഷമത ഇല്ലാത്തതല്ല, മറിച്ച് ഉപയോഗക്ഷമതയുള്ള ജീവിതം, ആ രീതിയിലേക്ക് എന്നെ മാറ്റുന്ന സമയം മുന്നോട്ട് പോകും തോറും ഓരോ ദിവസം ഞാൻ ഈ പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവുന്ന അത്ഭുതവും അവിശ്വസനീയവുമായ തരത്തിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് എനിക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാൻ. എങ്ങനെയാണ് ആ ജീവിത രീതിയിലേക്ക് ഞാൻ പ്രവേശിക്കുക? ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് സന്തോഷവും സമാധാനവും ജീവിതത്തിന്റെ ഉപയോഗക്ഷമതയും ഉണ്ടാക്കണം. ആ ജീവിത രീതിയിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് 1 മുതൽ 3 വരെ ബോധ്യങ്ങളാണെങ്കിൽ 4 മുതൽ 9 വരെയുള്ള പടികൾ നമ്മള് ഇവിടെ ഒരു മാറ്റത്തിന്, അടിമുടിയുള്ള മാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തികൾ നടക്കുക. ഇന്ന് വരെ നമുക്ക് ശീലമില്ലാത്ത ഒരു കാര്യം തൊട്ട് നമ്മളെ മാറ്റുന്ന പരിപാടിയാണ്. ശരിക്കും പടികൾ നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് ക്വസ്റ്റ്യൻ, അതിന്റെ ഉത്തരങ്ങൾ എഴുതുക എന്നതൊന്നല്ല പടികൾ. മറിച്ച് എന്താണ്? മറ്റുള്ളവരാണ് തെറ്റുകാർ, സാഹചര്യമാണ് കുഴപ്പം. ഞാൻ അവിടെ പോയപ്പോൾ രാവിലെ തണുപ്പായിരുന്നു, കൂട്ടുകാരൻ നിർബന്ധിച്ചു, അതുകൊണ്ട് കുടിച്ചു. ഭാര്യ ചീത്ത വിളിച്ചു, അതുകൊണ്ട് ഞാൻ ഷാപ്പിലേക്ക് പോയി. ഷോപ്പിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ഷാപ്പിലേക്ക് നടന്നു നീങ്ങി എന്ന് പറയുന്ന ആളാണ്. ഓരോന്നിനും ഒരു കാരണം. മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കുടിക്കാൻ പോയി. മഴയില്ല, വെയിലായിരുന്നു. എല്ലാത്തിനും ഇങ്ങനെ കാരണം പറയുന്ന ആളാ. ഇവിടെ ആ പരിപാടി മാറ്റി മറ്റുള്ളവരാണ് ജീവിതത്തിലെ സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞിരുന്ന ഞാനൊരു ഭാഗ്യം കെട്ടവനാണ്, അതേപോലെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പരാതി പറയുന്ന ഒരാളാണ് ഞാൻ ജീവിതത്തില്. എന്റെ ജീവിതം എന്താ അങ്ങനെ അറിയില്ല, എനിക്ക് എന്നൊരു ഭാഗ്യമില്ല, എല്ലാത്തിലും എനിക്ക് ഇങ്ങനെ എണ്ണി എണ്ണി പരാതി പറയും. ആ ഞാനാണ് ഇവിടെ 4ാമത്തെ പടിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. എന്താ ഉത്തരവാദിത്തം? എന്റെ ജീവിതത്തിൽ ഉണ്ടായ സകലമാന പ്രശ്നങ്ങളുടെയും കാരണം എന്റെ ഒരു പ്രവൃത്തിയാണ്. അതെന്താന്ന് കണ്ടെത്താൻ നീ തയ്യാറുണ്ടോ എന്നാ ചോദിച്ചത്. എന്റെ ഒരു പ്രവൃത്തിയുണ്ട്, അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിന് മാറ്റം ഉണ്ടായാലേ പറ്റുള്ളൂ, എളുപ്പം പറ്റില്ല. അവിടെയാണ് എന്റെ ആസ്തികളും ബാധ്യതകളും തിരഞ്ഞെടുക്കാനായിട്ട് ആദ്യം എന്റെ കുഴപ്പം എന്താണെന്നുള്ള കണ്ടെത്തല് ഞാൻ തയ്യാറായത് 4ാമത്തെ പടിയിലാണ്. എളുപ്പമായിരുന്നില്ല അത്, പക്ഷെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ വളരെ എളുപ്പമാണ്. ആദ്യത്തെ കുറച്ച് തടസ്സങ്ങളേ ഉള്ളൂ. അതെല്ലാം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പുതിയൊരു രീതിശാസ്ത്രം കിട്ടി. ഏതൊരു കുഴപ്പം ഉണ്ടാകുമ്പോൾ ആ കുഴപ്പം, കുറച്ചൊക്കെ കുഴപ്പം അവന്റെ ഭാഗത്തു നിന്നല്ല, അവന്റെ കുഴപ്പം മാറ്റാൻ എനിക്ക് പറ്റില്ല. എന്റെ കുഴപ്പം എന്താ? എന്റെ ഈഗോ എവിടെ ഹേർട്ടായത്? അവിടെയാണ്. ഞാന് ഒരു ചിക്കൻ കടയിലേക്ക് കയറിയിട്ട് ഓർഡർ ചെയ്ത സമയത്ത് ബംഗാളി, ആ ഭാഗത്ത് നിൽക്കുന്ന ബംഗാളിയോട് ഞാൻ ചിക്കൻ ഫുൾ ഉണ്ടാവുമോ എന്ന് ഹിന്ദിയിൽ ചോദിച്ചപ്പോ ബംഗാളി തിരിച്ചു ചോദിച്ച ചോദ്യം അറബിയിലായപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇവനെന്താ ഇങ്ങനെ പറയണം? ഞാൻ ഇവനോട് ചൂടായി, ബംഗാളിയോട്. ആദ്യം ചൂടായി കഴിഞ്ഞപ്പോ ഈ ബംഗാളി പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിനക്ക് എന്താ ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ എന്തിനാ എന്നോട് അറബി പറയണം? അപ്പൊ ഈ ചില ബംഗാളികൾ ഇങ്ങനെ സ്മാർട്ട് ആവാൻ ശ്രമിക്കുന്നുള്ള തോന്നലായിരിക്കും. ഇവനെന്താ ആളെ കളിയാക്കാൻ. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് ഉറുദു അറിയാം, അവര് ഹിന്ദിയിൽ ഉറുദു എന്ന് പറയാം, നിനക്കാണ് അറിയാത്ത. ഞാൻ പറഞ്ഞു, ഇവിടെ അല്ല, ഇവിടെ എത്രയോ മലബാറികൾ വരുന്നുണ്ട്, അവർക്കൊക്കെ അറിയാലോ. ഉടനെ ഞാൻ ഇവനോട് ചൂടായി. ഇവൻ ഒരു കസ്റ്റമറോട് ഇങ്ങനെയാ സംസാരിക്കുക എന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത് ഏത് രീതിയിലാണ് ഞാൻ ഈ പ്രശ്നം നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വേറൊരാളോട് ഞാൻ ഏറ്റു പറയുന്ന സമയത്ത് ഇത് ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞു. എന്റെ ഈഗോ ആയിട്ടായോ, ഓക്കെ, എനിക്കിപ്പോ ഇതിന്റെ പേര് അവൻ പറഞ്ഞത് കുഴപ്പമില്ല, ആ ഭായ് ഇത് ഇന്ന കാര്യാന്ന് പറഞ്ഞത് 2 മിനിറ്റ് പോലും വേണ്ട, അവിടെ തീർക്കാമായിരുന്നു. അത് ഞാൻ വളരെ വലുതാക്കി എന്റെ ഈഗോ ഹേർട്ടായി. ഒരു ബംഗാളി എന്നോട് എങ്ങനെയാ പറയാ എന്നുള്ളടത്ത് തുടങ്ങി 100 ന്യായങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ചെറിയ കുഴപ്പത്തെ വലുതാക്കി മാറ്റി. ഇതാ പറഞ്ഞു. അതിന് പകരം ഏത് രീതിയിലാകുമ്പോ ഞാൻ എന്ന വ്യക്തിയിൽ ഈ പ്രശ്നത്തെ വേറെ രീതിയിലേക്ക് കാണാൻ ഞാൻ പഠിച്ചു. ഇത്തരം കാര്യങ്ങൾ ഞാൻ
പുതിയ രീതിശാസ്ത്രത്തിൽ വേറൊരാളോട് ഏറ്റു പറയാൻ തുടങ്ങി. എങ്ങനെ ഏറ്റു പറഞ്ഞ? ആ ബംഗാളി തെറ്റ് ചെയ്തു എന്നല്ല, ബംഗാളി എന്നെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ എന്നോട് ചൂടാവാനോ കാരണമായ എന്റെ പ്രവൃത്തി എന്താ, എന്റെ ഈഗോ എവിടെയാണ്. ഇത് ഇവിടെ 5ാമത്തെ പടിയിലാണ് കണ്ടെത്തിയത്. എന്റെ കാര്യങ്ങൾ മൊത്തമായിട്ടുള്ള കണ്ടെത്തൽ നടത്തി. ഞാൻ എന്റെ കുറവുകളും ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്ന എന്റെ കുറവും അപാകതകളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് പരമാവധി ശരിയാക്കാനുള്ള പ്രവർത്തികളിലേക്ക് ഞാൻ തയ്യാറായി. പറ്റുന്ന രീതിയിലേക്കാണ്. അതാണ് പുരോഗതിയിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. പുരോഗതി എന്ന് പറയുന്നത് പരിപൂർണത ലക്ഷ്യം വെച്ച് ഞാൻ പ്രവർത്തിച്ചാലേ പുരോഗതി ഉണ്ടാവുള്ളൂ. അതല്ല ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെ പോകൂ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കാണ് കുഴപ്പം. അപ്പൊ അത് ഞാൻ ആരംഭിക്കുക. ഇവിടെ തെറ്റുകൾ പരിപൂർണമായിട്ട് സമ്മതിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോഴാ പിന്നെ വീണ്ടും തെറ്റ് പറ്റാതിരിക്കും എനിക്ക്. ഇനി പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വിവേകപൂർവം പരിഹാരം ചെയ്യാം. അല്ലാത്ത ഭാഗങ്ങളെ ജീവിതത്തിൽ ഉടനീളം നീണ്ടു നിൽക്കുന്ന പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോയി. ഒരു സ്വയം സഹതാപവും ഇല്ല അവിടെ. അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, ഒന്നുമില്ല. ഞാൻ മുന്നോട്ട് പോയി, എനിക്കറിയാം. അവിടെ കമ്പയർ ചെയ്യണ്ട, പുരോഗതിയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കണം. സ്വയം സഹതാപം എന്നെ കുഴപ്പത്തിലാക്കും. അവിടെയാണ് ഒരു പുതിയ മാനം നമുക്ക് കടന്നു വരിക. അവിടെ പല കാര്യങ്ങളിലും എൻ്റെ പ്രവൃത്തി കൊണ്ടുണ്ടായിട്ടുള്ള ആ ആത്മീയമായ അനുഭവങ്ങൾ പിന്നീട് നമ്മൾ എയുടെ ഈ ജീവിത രീതിയിലെ നമ്മൾ 4 മുതൽ 9 വരെയുള്ള പടികൾ അതിനെ നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് നമ്മൾ പറയുന്ന 4th ഡയമെൻഷന്റെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. അത് അനുഭവിച്ചറിയണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാവണം. നമുക്ക് കുറേ ധാരണകളുണ്ട്. അപ്പൊ അതിലേക്ക് വരാം. അതിന് 3 ഘട്ടമായിട്ടാണ് ഇത് കടന്നു വരുന്നത്, കാഴ്ചപ്പാടിലെ മാറ്റത്തെ. ഒന്നാമത്തേത് ആത്മീയമായ ഉണർവ് എന്ന് പറയുന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം തന്നെയാണ്. മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം കുടി വീണ്ടും വരാതിരിക്കാൻ ഏതൊക്കെ പ്രവർത്തികൾ ചെയ്യേണ്ടതുണ്ട് എന്ന് തുടങ്ങി. തനിക്ക് അത്രയും ഇഷ്ടമായിരുന്ന മദ്യത്തെയാണ് മദ്യാസക്തൻ മാറ്റുന്നത്. പിന്നെ ഏതൊരു കാര്യം വന്നാലും എന്തൊരു കാരണം വന്നാലും ആ മദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാറ്റം ഉണ്ടാവണം നമുക്ക്, എന്നാലേ അത് പറ്റുള്ളൂ. അത് ഏത് തരത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നമ്മുടെ ജീവിതത്തില് ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. അതേപോലെ നമ്മുടെ ശത്രുക്കളാണ് എന്ന് കരുതിയിരുന്ന ആളുകളോട് അവരോടുള്ള മനോഭാവം നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് മാറാൻ തുടങ്ങണം. നമ്മൾ അവരെ സമീപിക്കാൻ തുടങ്ങും, അവരോട് സംസാരിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഈ ആത്മീയമായ മാറ്റം നമ്മളിൽ ഉണ്ടാവുമ്പോഴേ സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ ഈഗോയിൽ തന്നെ തുടരും. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഉപദ്രവിച്ച ആളുകൾ തൊട്ട് നമ്മുടെ കുറ്റങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ആളുകളുടെ ഇടയിൽ ഇവിടങ്ങളിലൊക്കെ നമുക്ക് പോയിട്ട് നിൽക്കാൻ പറ്റും. അതേപോലെ ആൽക്കഹോളിക്സ് അനോണിമസിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് പല ആശയങ്ങളോടും ഇവിടെ എതിർപ്പുണ്ടാവും. പല ആളുകൾക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും. എയുടെ മീറ്റിങ്ങുകളൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ എതിർപ്പുണ്ടായിരിക്കെ അവരെ എതിർക്കുന്നതോടൊപ്പം അവരുടെ ആശയത്തെ മാത്രമായിട്ട് നമ്മൾ എതിർക്കും. ജനാധിപത്യ മര്യാദയില് മറ്റു മനുഷ്യർക്ക് അവരുടെ എക്സ്പ്രഷൻ, നമ്മളുമായിട്ട് ആശയങ്ങൾ പങ്കിടുന്നവരുമായിട്ട് മാത്രമല്ല മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് എങ്ങനെ ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധ്യമാകുമെന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ ആത്മീയ ഉണർവാണ്. ഇത് പ്രവർത്തിക്കേണ്ട ഇടങ്ങളിൽ ഇതൊക്കെയാണ്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ്. നമ്മളെ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങൾ അവിടെ എനർജി കളയാതിരിക്കുക. അതേപോലെ പൂർണ്ണമായിട്ടും നമുക്കറിയാത്ത പകുതിയായ അറിവുള്ള കാര്യങ്ങൾ കേട്ടതിൽമേ കേട്ട പാതി വേറെ ആളുകളോട് പറയാതിരിക്കുക. ഇതൊക്കെ ഞാൻ മാറ്റം ഉണ്ടാക്കിയ ഭാഗത്തെ ഞാൻ ഈ ഭാഗമായിട്ടാണ് താരതമ്യപ്പെടുന്നത്. നമുക്കൊരു മാറ്റം ഉണ്ടാവും, ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ ഇടുന്ന് നമ്മൾ വിട്ടുവെക്കും. അറിഞ്ഞുകൊണ്ടല്ല, കാരണം മറ്റേതൊക്കെ എന്റെ സ്വഭാവത്തില് ഈ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അവിടെ പറയുക, എന്നാലേ അറിയുള്ളൂ. എന്താ നടന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. ചില കാര്യങ്ങൾ കേട്ടാൽ മതി. ഇപ്പൊ നമ്മുടെ മീറ്റിങ്ങിലൊക്കെ നമുക്കറിയാം, തലേ ദിവസം രാത്രി ഒരു തെറിവിളി ഉണ്ടായ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് മീറ്റിങ്ങില് 50 പേരൊക്കെ ഉണ്ടാവും. എന്താ ആരാ പറഞ്ഞ, ആരാ തെറി വിളിച്ച്, എന്തിനാ പറഞ്ഞ? ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റാ. നമ്മുടെ സ്വാഭാവിക രീതിയാണ്. കാരണം മനുഷ്യന്റെ ഭാഷ വളർന്നത് പരദൂഷണത്തിലൂടെ, അതുകൊണ്ടാണ് നമുക്ക് ദിവസം ഒഴിവാക്കാൻ പറ്റാത്തത്. അത് തെറ്റല്ല. പക്ഷെ അതിനെ കുറച്ചു കൊണ്ടുവരാൻ ഞാൻ എത്രത്തോളം ശ്രമിക്കുന്നു എന്നുള്ളിടത്താണ് എന്റെ വളർച്ച നടക്കുന്നത്. എത്രത്തോളം ഞാൻ വിധേയമാകുന്നു. ഈ കുഴപ്പം ഞാൻ സമ്മതിച്ചു, അപ്പോഴേ എനിക്ക് മാറ്റം ഉണ്ടായുള്ളൂ. അത് ആത്മാർത്ഥമായിട്ട് വേറെ ആൾ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്,
എനിക്ക് അസൂയുണ്ട്, അല്ലെങ്കിൽ ഇന്ന മാറ്റങ്ങളുണ്ട്, ഇന്നയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ കുറ്റം പറയാനും അവരുടെ ആശയങ്ങൾ ശരിയല്ല, അവരെ തോൽപ്പിക്കുക എന്നുള്ള ആശയമൊക്കെ കടന്നു വരിക, വേറൊരാളുടെ കുറ്റം പറയുമ്പോൾ ഒരു സുഖം കിട്ടുക, അവൻ കുറച്ച് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ ശരിയാണെന്നുള്ള ഒരു ആശയമൊക്കെ ഉണ്ടല്ലോ, അയാൾക്ക് അയാളുടെ വഴി എന്നുള്ള ആ ചിന്ത കടന്നു വരുന്നില്ല. ഇവിടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവുണ്ടാകുമ്പോൾ പണ്ട് സാധ്യമല്ലാതിരുന്ന പല കാര്യങ്ങളും ഉണ്ടാകണം. വീട്ടിൽ മാറ്റം ഉണ്ടാവണം, ഭാര്യയുമായിട്ടുള്ള പ്രവൃത്തികളിൽ മാറ്റം ഉണ്ടാവണം, എല്ലാ ഭാഗത്തും അടിമുടി മാറ്റമുണ്ട്. രണ്ടാമത്തേത്, ആ ഉയർന്ന ശക്തി എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രാവർത്തികതയാണ്. അത് തീർച്ചയായിട്ടും എന്നെക്കാൾ വലുതായ ഒന്ന്, അതിനെ ബോധപൂർവം തിരിച്ചറിയാനുള്ള ശ്രമം. ഒരു മീറ്റിംഗിൽ 1.5 മണിക്കൂർ മീറ്റിംഗിൽ ഞാൻ എൻ്റെ സമയം മാത്രം ഷെയർ ചെയ്ത് മൊബൈലിലേക്ക് നോക്കാതെ മറ്റുള്ളവരെ കേൾക്കുന്ന സ്ഥലത്ത് തൊട്ടിട്ട് ഉയർന്ന ശക്തി പ്രവർത്തിക്കാനുണ്ടോ? മറ്റുള്ളവരെ കേൾക്കൽ തന്നെയാണ് ഉയർന്ന ശക്തി എന്ന് പറയുന്നത്. അതേപോലെ സ്പോൺസറെ തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്പോൺസറെ കേൾക്കുക. എന്തിനാണ്? പ്രോഗ്രാം പരിശീലിക്കാനാണ്, ബാക്കി കാര്യങ്ങളൊക്കെ അല്ല. അത് ഭയം വന്നിട്ട് സ്പോൺസർ വേണ്ട എന്ന് പറയുന്ന ആശയത്തിന്റെ ഒപ്പം പോവുക ഒന്നുമല്ല. എന്തിനു ഭയക്കേണ്ട കാര്യം? നമ്മളിവിടെ ഇതിനൊന്നും അല്ലല്ലോ വന്നിട്ട്, നമ്മൾ പ്രോഗ്രാം ചെയ്യാനാണ്. അവിടെയും നമുക്ക് ഈ ഉയർന്ന ശക്തി എന്ന് പറയുന്ന ആശയം പ്രാവർത്തികമാക്കേണ്ട മേഖല സ്പോൺസർഷിപ്പ് എടുക്കുന്ന കാര്യത്തിൽ വരാറുണ്ട്. എന്നാലാണ് കാര്യം ഉണ്ടാവുന്നുള്ളൂ. ഇനി അടുത്തത് എന്താണ്? ആൽക്കഹോളിക്സ് അനോണിമസിലെ മറ്റ് അംഗങ്ങളുണ്ട്. അവരുടെ അറിവുകൾ, അവരുടെ അനുഭവങ്ങൾ നമുക്ക് എല്ലാവരിൽ നിന്നും പഠിക്കാനുള്ള പാടുണ്ട്. ഇവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നോട്ട് ഒരേ ഷെയറും ചെയ്യുന്ന ആളുകൾ തൊട്ടൊക്കെ ഓരോ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ അതേപോലെ നമ്മളോട് മോശം പെരുമാറിയ അംഗങ്ങൾ, അവരിൽ നിന്ന് നമ്മൾ അങ്ങനെ പെരുമാറാതിരിക്കുക എന്ന പാഠം, ഇതെല്ലാം നമുക്ക് പഠിക്കാൻ ഈ ഉയർന്ന ശക്തി എന്ന ആശയത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലിറ്ററേച്ചറുകളുടെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക. അവിടെയാണ് നമ്മളും ഈ ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വലിയ ശക്തി എന്ന് പറയുന്നതായിട്ടുള്ള ബന്ധം നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട്. പുതിയ മാറ്റമാണ്, പുതിയ ആളുകളെ കേൾക്കുക. അതും നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ ഉയർന്ന ശക്തിയെ പ്രയോഗിക്കേണ്ട മേഖലകളാണ്. ആഴത്തിലുള്ള മാറ്റം ഉണ്ടാക്കുക നമ്മുടെ പ്രവർത്തനങ്ങളിൽ. അതിലാണ് നമുക്ക് പുതിയ ലക്ഷ്യബോധം ഉണ്ടാകുന്നത്. നമ്മുടെ ബിഗ് ബുക്കിന്റെ പേജ് 51 മൂന്നാമത്തെ ഖണ്ഡികയിൽ പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മുടെ കാഴ്ചപ്പാട് മാറാനുള്ള സന്നദ്ധത. വലിയ ശക്തി എന്ന ആശയം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വലിയ ശക്തി എന്റെ ദൈവമുണ്ട്, ദൈവം എന്നെ കുടിക്കാതെയാക്കുന്ന പറയുന്ന ഭാഗമൊന്നുമല്ല. അത് തീർച്ചയായിട്ടും കുടിക്കാതെയാക്കും. നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുമ്പോൾ ദൈവം നമ്മളെ കുടിപ്പിക്കാത്ത ശക്തനായ ദൈവം തന്നെയാണ്. അതിനോടൊപ്പം ദൈവം പ്രവർത്തിക്കേണ്ട മേഖലകൾ എവിടെ അറിയോ? ഒന്നാമത്തെ മേഖല വ്യക്തിബന്ധങ്ങളാണ്. ഉയർന്ന ശക്തി പ്രവർത്തിക്കേണ്ടത് വ്യക്തിബന്ധങ്ങളാണ്. വ്യക്തിബന്ധങ്ങളിൽ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു, ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഞാൻ ശരി എന്ന് പറയുന്ന ആശയം മാത്രമാണ് ശരി. ഞാൻ കണ്ട വാർപ്പ് മാതൃക, ഒരു സ്പോൺസർ എനിക്കുണ്ട്, അയാൾ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ തിരുത്താനോ അവർ ശരിയല്ല എന്ന് പറയുന്നത് എന്റെ കുഴപ്പമാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞാലാണ് എനിക്ക് എന്നെ ഉൾക്കൊള്ളാൻ, അതേപോലെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുക, എന്നെ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ തയ്യാറായ അതിന് വലിയ ശക്തി ഉപയോഗിക്കാനാ പറഞ്ഞിട്ടുള്ളത് അവിടെ 2ാമത്തെ പടിയുടെ അധ്യായത്തില്. ഇനി വൈകാരികതകളെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. വൈകാരികതയെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഒരു കാര്യം, ഇപ്പോഴത്തെ റീസെന്റ് പഠനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്റെ വികാരം എന്ന് പറയുന്നത് 87 തരം വികാരങ്ങൾ മനുഷ്യനുണ്ടെന്നാണ്. അപ്പൊ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കലൊന്നും പറ്റില്ല. നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം, പല ആൾക്കാരും തെറ്റായിട്ടൊക്കെ പറയാറുണ്ട്. ഈ പ്രോഗ്രാം ചെയ്ത പഴമക്കാരൻ ദേഷ്യപ്പെട്ടു, മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് ഓണായി, അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അയാൾ പടി ചെയ്തിട്ടുണ്ടോ? അയാൾ പടി ചെയ്യാത്തോണ്ടൊന്നല്ലത്. പടിയല്ല ആദ്യം ചെയ്താലും പണ്ടേ ചൂടാവാത്ത ആളെ ഇപ്പൊ ചൂടാവാതിരിക്കൂ. ഒരാൾക്കൊരു സാധനത്തിൽ അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യനും മദ്യാസക്തനുമാണ്. അയാൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്നേ ഉള്ളൂ. വികാരങ്ങളെ തടുക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമായി കടന്നു വരുന്ന, അത് ഇല്ലായ്മ ചെയ്യലല്ല നമ്മുടെ 12 പടികൾ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരാളുടെ പെരുമാറ്റം വെച്ചിട്ട് അയാളെ വിലയിടരുത്, അയാളെ വിധിക്കരുത് എന്നേ പറയുന്നതിന്റെ കാരണം. ഒരാളെയും വിധിക്കാൻ നമുക്ക് അർഹതയില്ല. അത് നമുക്ക് അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ കുറച്ച് മാറ്റത്തിന് വിധേയമാകുന്നതാണ്. അതിനെ മുന്നിൽ ഒരു പരിവർത്തനം വരുത്താനേ നമുക്ക് പറ്റും. ചെറിയ മാറ്റം, പുതിയ രീതിയിലേക്ക് മാറ്റാനേ പറ്റും. അല്ലാണ്ട് പൂർണ്ണമായിട്ട് ദേഷ്യം ഇല്ലാണ്ടാക്കുക, പൂർണ്ണമായ സങ്കടം കളയുക, അതേമാതിരി ദേഷ്യം ഇല്ലാതെയാക്കുന്ന പോലെ ഭയം ഇല്ലാതെയാക്കുക ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ നമുക്ക് വൈകാരികത നിയന്ത്രണം വരുത്തണം. അത് കുഴപ്പമുണ്ടാക്കും നമുക്ക്. അത് നമ്മൾ തയ്യാറായി തിരിച്ചു വിടുക ചില സൂത്രപ്പണികൾ ഉപയോഗിച്ചുകൊണ്ട്. 3ാമത്തെ പോയിന്റ്, നമ്മൾ കഷ്ടപ്പാടിനെയും വിഷാദത്തെയും പരിവർത്തനം ചെയ്യാൻ ഈ വലിയ ശക്തി ഉപയോഗിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മുടെ ഈ കഷ്ടപ്പാടും വിഷാദവും ഒക്കെ പറയുമ്പോൾ ഇതെനിക്ക് പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ വലിയ ശക്തിയിൽ വിശ്വാസമുണ്ട്,
നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടപ്പാടും വിഷാദവും പരിഹരിക്കുന്ന വലിയ ശക്തിയാണ്. അതിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ നിങ്ങൾ എന്തിനാ കഷ്ടപ്പാടിനെ കുറിച്ച് വേവലാതി കൂട്ടുന്നത്? അത് വിട്ടില്ലേ അതിലേക്ക്, അത് നിങ്ങളെ പരിഹരിക്കും. ആ രീതിയിലേക്ക് വലിയ ശക്തിയെ പ്രവർത്തിപ്പിക്കാൻ തയ്യാറുണ്ടോ? എന്റെ ഭയത്തെ ഒഴിവാക്കാൻ, ഭയത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയല്ല, അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അനാവശ്യമായ ഭയം എനിക്ക് കടന്നു വരും, പല കാര്യങ്ങളിലുള്ള ഭയം. അതിനെ മാറ്റാൻ ഈ വലിയ ശക്തി എവിടെയാ വരുന്നത്? വലിയ ശക്തി ഉണ്ടെങ്കിൽ ഭയത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും, പൂർണ്ണമായ ഭയത്തെ. അതേപോലെ ജീവിതത്തിലുള്ള നിരാശ, വ്യർത്ഥമായ ജീവിതമാണെന്നുള്ള ബോധ്യം, വല്ലാത്ത നിരാശ, ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതിനെ മാറ്റാൻ വലിയ ശക്തിയെ പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സന്തോഷത്തിനായിട്ടുള്ള പ്രവർത്തികൾ, അതിന്റെ തുടർച്ച. ഇപ്പൊ ശരീരത്തിന് എക്സസൈസ് ചെയ്യണം, ആരോഗ്യപരമായ പ്രശ്നമുണ്ട്, 7 മണിക്കൂർ ഉറങ്ങണം, അത് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ദുശീലം നമുക്ക് മാറ്റണം, അത് തീർച്ചയായിട്ടും പറ്റും. നേരത്തെ കടന്നുറങ്ങുന്ന ശീലമില്ല, അതിന് വലിയ ശക്തിയെ നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറുണ്ടോ? ആ വലിയ ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ അതിന് എത്രത്തോളം സന്നദ്ധരായിട്ടുണ്ട്? അതേപോലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മറ്റുള്ളവർക്കുള്ള സഹായം, മറ്റുള്ള മനുഷ്യർ, അതിന് നമ്മളെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? പരിഗണിക്കുക, മറ്റുള്ളവരെ കേൾക്കുക, ചില ഭാഗങ്ങളിൽ നമ്മൾ ഓവർ ഉപദേശം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുക, ഇത് മറ്റുള്ളവർക്കുള്ള സഹായമാണ്. നമ്മൾ ഈ സഹായം എന്ന് പറയുന്നത് അങ്ങനെ അടിച്ചേൽപ്പിച്ച് കൊടുക്കുന്ന സഹായത്തെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പോ ഇതിനൊക്കെ വലിയ ശക്തിയെ പ്രയോഗിക്കണം, അതൊരു പോയിന്റാണ്. പിന്നെന്താണ്? ഐക്യവും സന്തുലിതാവസ്ഥയും നിലനിർത്തുക. നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരിക അവസ്ഥകളെ നമ്മൾ യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് ഐക്യവും സന്തുലിതാവസ്ഥയും നമുക്ക് ഏത് ഭാഗം, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ ഐക്യം, അതേപോലെ നമ്മുടെ ഓഫീസിൽ, എല്ലാ ഭാഗങ്ങളിലും. അപ്പൊ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളുടെ പരിശോധനയൊക്കെ കടന്നു വരുന്ന മേഖല ഇവിടെയാണ്. നമ്മുടെ ഏടെ പാരമ്പര്യങ്ങൾ നമ്മൾ സ്വയം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം കുഴപ്പത്തിലാണ്. എന്നെയൊക്കെ വലിയ രീതിയിൽ മാറ്റം വരുത്തി വന്ന പാരമ്പര്യ പരിശോധന, എത്ര കുഴപ്പം എനിക്കുണ്ടെന്ന്. ആദ്യകാലത്ത് ഇത് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന് പകരം ഞാൻ എന്നിലേക്ക് തിരിച്ചു വെച്ചപ്പോൾ ഈ പറയുന്ന മറ്റുള്ളവരിൽ കാണുന്നതിനേക്കാൾ കുഴപ്പം എനിക്കുണ്ടായിരുന്നു. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ എത്രത്തോളം പ്രയാസമുണ്ട്, എത്രത്തോളം വിദ്വേഷം മറ്റുള്ള ആൾക്കാരോടുണ്ട് എന്നുള്ള ഇതേ സാധനം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആളുടെ സഹായത്തോടു കൂടി പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുടുംബം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം, സമൂഹം, ഇവിടങ്ങളിലൊക്കെ എനിക്ക് ഐക്യവും സന്തുലിതാവസ്ഥയും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചില മാറ്റത്തിന്, ചില വിട്ടുകൊടുക്കലിനൊക്കെ അറിഞ്ഞുകൊണ്ട് തയ്യാറാവും. അതൊരു വല്ലാത്ത സുഖമാണ്. നമ്മൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ വിട്ടുകൊടുക്കല്, നമുക്ക് ആന്തരിക സമാധാനം നമ്മൾ അനുഭവിക്കും അവിടെ. അറിഞ്ഞുകൊണ്ട് തോൽക്കണം, അതൊരു വല്ലാത്ത സുഖമാണ്. ആ തോൽക്കല് നമ്മൾ എവിടെയും പറയുകയും വേണം, ഒരു മീറ്റിങ്ങിൽ പോലും ഷെയർ ചെയ്യണ്ട, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് മാത്രം നമുക്ക് വേണമെങ്കിൽ പറയാം. അത് പലപ്പോഴും പറയുക പോലും നമ്മളില്ല. അവിടെ നമ്മൾ ജയിക്കാനായിട്ടൊന്നും ശ്രമിക്കില്ല, നമ്മുടെ ഈഗോ ഒന്നും ഹേർട്ടാവില്ല ചില ഭാഗങ്ങളിൽ. അവിടെ നമുക്ക് ജീവിതത്തിനെ കുറിച്ചുള്ള പ്രത്യാശ കടന്നു വരും, ജീവിതം വെറുതെ പോകുന്നല്ല എന്നുള്ള ബോധ്യം. ഒന്നും ഒരു അവസാനമല്ല. നമ്മൾ പറയില്ല ഒരു ദിവസം കൊണ്ട് നേരം ഇരട്ടി വെളുത്തുകൊണ്ട് ഈ ലോകം അവസാനിക്കൊന്നുമില്ല. ഇവിടെ നമ്മൾ സ്വാർത്ഥ കേന്ദ്രീകൃതമായ ലോകം, നമ്മളറിയാം, സെൽഫ് സെന്റേർഡും ഈഗോ സെൻട്രിക്കുമായ നമ്മൾ കുറെ കൂടി വിശാലമായ മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ആ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. അതാണ് 4ാമത്തെ മാനത്തില്, സ്വാർത്ഥ കേന്ദ്രീകൃത ചിന്തയിൽ നിന്ന് മറ്റു മനുഷ്യരെ പരിഗണിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അപ്പൊ 4ാം മാനത്തില് ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്, അതിന്റെ ഉദ്ദേശവും ദിശയും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വ്യക്തമായിട്ടുള്ള ദിശാബോധം ഉണ്ടാവും. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ, നമ്മൾ എങ്ങനെയാ ജീവിതത്തിൽ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നാണ്. പണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വര വരച്ചിട്ട് അത് ഇങ്ങനെ ആവണം എന്ന് നമുക്ക് പറയുന്ന ആൾക്കാരാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലി, ആ ജോലിയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പുരോഗതിയുള്ള പൈസ ഉണ്ടാവുന്ന ജോലി, ഇതായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു വര വരച്ച് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നിരാശയാണ്. അയ്യോ ഇതിങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു എന്ന പറച്ചിലുകൾക്ക് ഇവിടെ നമ്മൾ 4th ഡയമെൻഷനിലേക്ക് പതുക്കെ പ്രോഗ്രാം നമ്മളെ മാറ്റുമ്പോൾ നമ്മൾ വര പോകുന്നതിനനുസരിച്ച് വര എങ്ങനെ മാറ്റും. ആ വര നേർവരയൊന്നല്ല, ചിലപ്പോൾ ഇങ്ങനെ അടിയിലേക്ക് വരും, ചിലപ്പോൾ വീണ്ടും മുകളിൽ പോവും, വീണ്ടും കുത്തനെ താഴേക്ക് വരും.
ആ പോകുന്നതിനനുസരിച്ച് വരച്ചു കൊടുക്കാൻ നമ്മൾ പഠിക്കും. കാരണം അതേ പറ്റൂ നമുക്ക്. അതല്ലാണ്ട് നമ്മൾ വരച്ച വരയിൽ കൂടെ പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. നമ്മൾ 4th ഡയമെൻഷനിൽ എത്തില്ല. നമ്മൾ മറ്റേതിൽ ഇങ്ങനെ പെട്ട് കിടക്കും. അവിടെ ലക്ഷ്യം എന്ന് പറയും, ലക്ഷ്യത്തിന്റെ പാതയെ സ്വീകരിക്കുകയാണ്. ലക്ഷ്യം ഇന്നതായിരിക്കണം എന്നല്ല. ലക്ഷ്യമൊക്കെ വെക്കുമ്പോഴും ആ പാതയിൽ അത് എവിടെ എത്തുന്നു അതെല്ലാം ദൈവഹിതമാണ്. ആ പാത ഇന്ന് അനുഭവിക്കുന്ന ഇപ്പോഴുള്ള ഈ സംഭവം അതിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായാൽ ഭാവിയിലേക്ക് നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇവിടെ സന്തോഷിക്കാൻ പറ്റണം. അല്ലാതെ ഞാൻ ഈ ഒമാനിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ സന്തോഷിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിൽ നാട്ടിൽ ഇനി ഗൾഫ് നിർത്തി സെറ്റിൽ ചെയ്ത് സന്തോഷിക്കുക എന്നുള്ളത് എന്റെ വ്യർത്ഥമായ ബോധമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ഏടെ പ്രോഗ്രാമാണ്. ഇവിടെ ഇപ്പൊ ഞാൻ എനിക്കുള്ള കാര്യങ്ങളെ വെച്ച് സന്തോഷം ഉണ്ടെങ്കിൽ എനിക്ക് അടുത്ത സംഭവത്തിൽ സന്തോഷം ഉണ്ടാവാൻ പറ്റും. എവിടെ നിന്നൊക്കെ ഞാൻ ഒളിച്ചോടിയിട്ടുണ്ടോ അപ്പുറത്തേക്ക് പോയാൽ നന്നായിട്ട് കിട്ടുന്നൊക്കെ അടുത്ത പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഈ 4ാമത്തെ മാനം ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന കാര്യങ്ങളുമായി നമ്മളെ സന്തോഷത്തോടു കൂടി നിർത്തും. അത് വെറുതെ ഉള്ള വാക്കല്ല, അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും. അവിടെ ലക്ഷ്യത്തിലേക്കുള്ള പാതയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ട്. അവിടെ ഭൗതികതയെ മാത്രം ആശ്രയിച്ചുള്ള ജീവിത ലക്ഷ്യമല്ല ഉണ്ടാവും. ഭൗതികതയൊക്കെ കടന്നു വരും. അതിനു പകരം നമ്മൾ അതിനെ സ്വീകരിക്കാൻ ഉള്ള തയ്യാറെടുപ്പ് ഉണ്ടാവും. അവിടെ സന്തോഷത്തെയും ദുഃഖത്തെയും ഒക്കെ ഒരേപോലെ നേരിടാനുള്ള തയ്യാറെടുപ്പുണ്ട്. അതിനർത്ഥം നമുക്ക് ദുഃഖം ഉണ്ടാവുമ്പോൾ വിഷമം ഉണ്ടാവുന്നല്ല, അല്ലെങ്കിൽ വിഷമം ഉണ്ടാവില്ല അതൊക്കെ മാറ്റുന്നല്ല ഏടെ പ്രോഗ്രാമിൽ. ഇതിനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ അടുത്ത് ഒരു കേസ് സംബന്ധമായിട്ട് രാവിലെ കോർട്ടിൽ കയറുകയാണ്. അപ്പോ ഹൈക്കോടതി ആപ്പുണ്ട്. വളരെയധികം പ്രതീക്ഷയോടുകൂടി ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ കേസാണ്. ആ കേസ് വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈനിൽ പറ്റില്ല എന്ന ജഡ്ജിയുടെ വാക്കുകൾ തൊട്ട് വളരെ പെട്ടെന്ന് ജഡ്ജിയുടെ മൂഡ് വേറൊരു കേസ് എടുത്തോടുകൂടി ജഡ്ജിയുടെ മുഖം മാറി, വർത്താനം മാറി. എന്റെ കേസ് എത്തിയപ്പോഴേക്കും എല്ലാം തല തിരിഞ്ഞു. അതിനു മുന്നേ അയാളെ പൊക്കിയടിച്ച് മനസ്സിൽ പറഞ്ഞിരുന്ന ഞാൻ ഇതാ കിടക്കുന്നു താഴെ. അയാളോട് ഉള്ള കടുത്ത വെറുപ്പും ഒക്കെ കടന്നു വന്നു. ഇത് നിവൃത്തിയില്ല, അടുത്ത നിരാശ. പക്ഷേ ഉണ്ടല്ലോ, അത് കടന്നു വരും, സ്വാഭാവികല്ലേ, മനുഷ്യനല്ലേ, വിഷമം വരാതിരിക്കാൻ പറ്റൂ. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത കാളല്, കുറെ കാലത്തിന് ശേഷം ഒരു വയറൊക്കെ ആകെ കാളി. കാരണം ഒരു പരാജയം മണക്കുകയാണ് ഞാൻ. പരാജയം ആർക്കും ഇഷ്ടമല്ല, തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്റെ സുഹൃത്തിനെ വിളിച്ചു. ആദ്യമേ ഈ രീതിയിൽ തന്നെ ഏറ്റു പറഞ്ഞു, ഞാൻ എന്റെ തെറ്റുണ്ട് ഇവിടെ. എന്താണ്, ഞാൻ അയാൾ ഇങ്ങനെ വിധിക്കും എന്നത് എന്റെ കാഴ്ചപ്പാടാണ്, അത് ഞാൻ ഏറ്റു പറഞ്ഞു. ആ ഏറ്റുപറച്ചിൽ നടത്തിയപ്പോ എന്തായി, ഞാൻ സ്വീകരിക്കാൻ തയ്യാറായി. ഞാൻ അവിടെ എന്ത് ചെയ്തു, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ കറികൾ ഉണ്ടാക്കണം, അതിന്റെ ഇടയിൽ എന്റെ പണി നടത്തണം. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഹാപ്പിയായി. സംഗതി ഉച്ചയാകുമ്പോഴേക്കും ഈ കേസിന് അപ്പോഴേക്കും മെറിറ്റിലെ കേസ് എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു. പക്ഷെ അപ്പോഴേക്കും ഞാൻ എന്തായി, ഞാൻ ഇതിനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു, ഈ പരാജയത്തെ. അപ്പൊ നമുക്ക് രണ്ടിലും അപ്പൊ അമിതമായി ചാടി കളിക്കുക അല്ലെങ്കിൽ ഞാൻ, എനിക്ക് തോന്നി അതൊരു കണക്കിന് നല്ലതാണ്, എന്നെ പരിശീലനമാണ് നമ്മൾ പറയുന്ന പോലെ. അപ്പൊ ഒരേപോലെ നേരിടാൻ, ഇത് രണ്ടിനും ഒരേപോലെ നേരിടാൻ തയ്യാറാവുന്ന ഈ രീതിയിലാണ്. ഹാപ്പി വരുമ്പോഴും ഇതേപോലെ സുഹൃത്തിനെ വിളിക്കണം, അല്ലെങ്കിൽ ചാടി കളിച്ചു കഴിഞ്ഞാൽ ദുഃഖം വരുമ്പോൾ നേരിടാൻ പറ്റില്ല. അതാണ് അനുഭവം. തയ്യാറെടുപ്പ്, ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന രീതിയിൽ ആവശ്യപ്പെടുകയല്ല ജീവിതത്തോട്. ജീവിതം എങ്ങനെയാണോ ആ രീതിയിലേക്ക് സ്വീകരിക്കാനുള്ള ഉദ്ദേശവും ദിശയും ഈ 4ാം മാനം നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ അത് മാറ്റത്തിന് വിധേയമാകുന്നത്. ഒരു സുപ്രഭാതം കൊണ്ടല്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അവിടെ ബന്ധങ്ങളും സേവനങ്ങളും എന്താണ്, ഈ പ്രപഞ്ചവും മറ്റുള്ളവരുമായിട്ട് ഉള്ള ബന്ധം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈശ്വര സൃഷ്ടിയായ പ്രപഞ്ചത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിമറിക്കുന്നു. അവിടെ മറ്റു മനുഷ്യരെ നമ്മൾ എങ്ങനെയാ സേവിക്കുക? നമ്മൾ പറയും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ട് നിൽക്കണം എന്ന് പറയാറുണ്ട്. അതെങ്ങനെയാ? ഉപാധികളില്ലാത്ത സേവനത്തെ കുറിച്ച് അയേ പറ. വളരെ എളുപ്പമുള്ള കാര്യമൊന്നല്ല ഈ പറച്ചിലുകൾ. പല ടൈമുകളും നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ കണക്കുകൾ പറയില്ല അങ്ങനെ പ്രവർത്തിച്ചാൽ. ഞാൻ ഇത്ര മണിക്കൂർ എക്ക് വേണ്ടിയിട്ട് മോഡറേറ്റർ ചെയ്തു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ്. അവർക്കൊരു നന്ദിയില്ല. എന്തിനു നന്ദി? ഞാൻ അവരുടെ നന്ദിക്കാണോ ചെയ്തത്? ഞാൻ എനിക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തിയാണ്. എയുടെ ഏത് പ്രവൃത്തിയാണെങ്കിലും ഇത് എയിൽ പ്രാവർത്തികമായാലാണ് എന്റെ കുടുംബത്തിൽ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും അത് ചെയ്തു കൊടുത്തു, അവരെന്നോട് നന്ദികേട് കാണിച്ചു, എന്റെ അനിയൻ എന്നോട് നന്ദികേട് കാണിക്കുന്നുണ്ടെന്നുള്ള വർത്താനം ഞാൻ പറയുന്നതിന്റെ കാരണം എന്റെ ഈ ചിന്തയാണെന്ന് എനിക്കറിയാന്ന്. അപ്പോ എന്തിനാണ് ഉപാധികളില്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറ്റങ്ങൾ പറയാതെ നമുക്ക് നല്ലതിലേക്ക് തിരിയാനായിട്ട് പറ്റും. നമ്മൾ ചെയ്യുന്നതൊക്കെ വലിയ സംഭവമായിട്ട് മാറില്ല. സേവനം എന്ന് പറയുന്നത് എന്താണ്? സേവനം പരിപൂർണമായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ്. ആർക്കാണോ നമുക്ക് സേവനം ചെയ്യാൻ തയ്യാറായിരുന്നവരോട് നന്ദിയുള്ളവരായിരിക്കുക എന്നാണ്
എയുടെ പ്രോഗ്രാം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് നമ്മളൊരു പൈസ കൊടുക്കുമ്പോൾ ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ എന്തോ ത്യാഗം ചെയ്തു എന്ന മട്ടിലല്ല. അത് തരുന്നവനോട് നമ്മൾ നന്ദി പറയുക എന്നുള്ള രീതിയിൽ നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ നമുക്കൊരു ശാക്തീകരണം ഉണ്ടാവുന്നുണ്ട്. അവിടെ എന്താണ്? നമ്മളെന്ന വ്യക്തി ശക്തീകരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ മദ്യത്തിനോട് പോലെയുള്ള പോരാട്ടം നടത്തും. നമ്മുടെ 10ാമത്തെ പടിയുടെ ഭാഗത്തൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നിനോടുള്ള പോരാട്ടം. ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്ന പതിവ് നമ്മൾ നിർത്തി. മദ്യത്തിനോട് പോലും നമുക്ക് പോരാട്ടം ഉണ്ടാവില്ല. അവിടെ മദ്യം നമുക്ക് വെറുപ്പും ഉണ്ടാവില്ല, മദ്യത്തോട് ഇഷ്ടവും ഇല്ല. മദ്യം കാണുമ്പോൾ അയ്യോ മദ്യം ഞാൻ തൊടത്തില്ല, മദ്യം ഞാൻ മേടിച്ചു കൊടുക്കില്ല, ഇതൊക്കെ മാറും. ആ രീതിയിലേക്കുള്ള മാറ്റം കടന്നു വരും നമുക്ക്. നമുക്കുണ്ടാവുന്ന ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ നമ്മൾ പരിതപിക്കില്ല. എന്റെ ജീവിതം ഈ പ്രയാസപൂർണമാണെന്നല്ല പറയാ, ഓരോ പ്രയാസങ്ങളും നമുക്കുള്ള അവസരങ്ങളാണ്. ആ രീതിയിലേക്ക് നമ്മൾ ശക്തീകരിക്കപ്പെടും നമ്മുടെ അവസ്ഥകള്. ഇത് പ്രോഗ്രാം ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയുന്നത്. അല്ലാത്തവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിയോഗങ്ങൾ, ഇതൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. നമ്മൾ ഓരോ പ്രതിസന്ധികളും നമ്മളെ തിരിച്ചറിയും. നമുക്കറിയാം, നമ്മുടെ ശാരീരികമായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ജിമ്മുകളിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്, നോ പെയിൻ നോ ഗെയിൻ എന്നാണ്. മസിലിനെ പൊട്ടിച്ചുകൊണ്ട് ന്യൂട്രീഷൻ കൊടുത്ത് വിശ്രമിച്ചിട്ട് ശക്തിപ്പെടുത്തുന്നു. അതേപോലെ നമ്മളെന്ന വ്യക്തിയെ ആ രീതിയിലേക്കുള്ള മാറ്റമുണ്ടാക്കുന്ന വളർച്ച, ആ ടെക്നിക്കാണ്. മസിൽ എങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ടെക്നിക്ക് പോലെയാണ് നമ്മളെന്ന വ്യക്തിയെ ഇവിടെ ശക്തിപ്പെടുത്തുന്ന പ്രക്രിയയാണ് എന്നുള്ള ബോധ്യം നമുക്ക് കടന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഒരു പോയിന്റാണ് പുതിയ ഒരു അവബോധം ഉണ്ടാക്കുന്നത്. നേരത്തെ പറഞ്ഞ നമ്മുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും ആഴത്തിലുള്ള മാറ്റം ഉണ്ടാവും. എന്താണ് ആ മാറ്റം? ഏതൊരു കാര്യത്തെയും എങ്ങനെ സമീപിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയും. പണ്ട് ഞാൻ സമീപിച്ചിരുന്നത് ഭയങ്കര അഗ്രസീവായിട്ടാണ്. ഭയങ്കര അഗ്രസീവാണ് ഏതൊരു പ്രവൃത്തിയിലും. ഒരു ഭാഗത്തൊരു സേവനാണെങ്കിൽ ഭയങ്കര പ്രവൃത്തിയാണ്, ഇരിക്കത്തില്ല. അതേപോലെ പിറകോട്ടടിച്ചാൽ പിന്നെ ഒന്നിനും പോവില്ല. മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിങ്ങോട് മീറ്റിംഗ്. ആ അഗ്രസീവ്നെസ് കുറയും. നമ്മൾ തിരിച്ചറിയും, നമ്മുടെ ലക്ഷ്യങ്ങൾ നിർവഹിക്കും. എന്ന് പറഞ്ഞിട്ട് ഞാൻ ത്യാഗം ചെയ്യേണ്ട 24 മണിക്കൂർ പ്രവർത്തനമാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക. അത് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടോന്ന് സ്വയം പരിശോധന പോലും നടത്താതെ പ്രവർത്തിച്ചിരുന്ന ആളാ പണ്ട് ഞാൻ. ചുമ്മാ പറച്ചിലൊക്കെ എന്താ, ഞാൻ എന്തോ ഭയങ്കര സേവനം ചെയ്യുന്നു. ഇതൊക്കെ മാറും, നമ്മുടെ അഗ്രസീവ്നെസ് കുറയും. അവിടെ നമ്മുടെ പഴയ ധാരണകൾ അത് മാത്രമാണ് ശരിയെന്ന മനോഭാവം. ധാരണകൾ നമ്മുടെ പല വളർച്ചകളും നമുക്ക് ഉണ്ടാവുന്നത്. ആ ധാരണകളെല്ലാം ശരിയല്ല. നമുക്ക് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹൗ ഇറ്റ് വർക്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പഴയ ധാരണകളെ നമ്മൾ തിരുത്താനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുമ്പോൾ അപ്പോഴേ നമുക്ക് പ്രോഗ്രാം പ്രവർത്തിക്കുള്ളൂ. എങ്ങനെ ഇത് വർക്ക് ചെയ്യാം? നമ്മൾ അറിഞ്ഞതും നമ്മൾ ചിന്തിച്ചതും തന്നെ ശരിയാന്ന് പറഞ്ഞിരുന്നാൽ ഇങ്ങനെ മറ്റുള്ളവരിൽ ഉൾക്കൊള്ളാം. പല ആൾക്കാർക്ക് സ്പോൺസറെ പോലും എടുക്കാൻ പറ്റാത്തതിന്റെ കാരണം ധാരണകളിലുള്ള കുഴപ്പമാണ്. പിന്നെ എവിടുന്നൊക്കെ കേട്ട തെറ്റായ തിരിച്ചറിവും, പിന്നെ സ്പോൺസറും പ്രോഗ്രാമും ഇങ്ങനെ പ്രവർത്തിക്കുക. അപ്പോ ആ മനോഭാവം നമ്മളിൽ നിന്ന് പോകും. നമുക്ക് ഒരു കാര്യമുണ്ട്, നമ്മളൊരു വ്യക്തികളെ പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്യുന്ന കൾച്ചറിന് മാറ്റം ഉണ്ടാവും. ആ വ്യക്തിയോട് നമുക്ക് എതിർപ്പുണ്ടാവും. അയാൾ ഭയങ്കര മോശം പ്രവർത്തിച്ച ആളായിരിക്കാം, കള്ളനായിരിക്കാം, തെമ്മാടിയായിരിക്കാം. പക്ഷെ ആ വ്യക്തി പരിപൂർണമായിട്ട് തെറ്റുപറ്റുന്ന ഒരാളായിട്ട് മാറുമോ എല്ലാ സമയത്തും? അയാൾ പണ്ട് നുണ പറഞ്ഞതു നമുക്കറിയും, അല്ലെങ്കിൽ നമുക്ക് തെളിവുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അയാൾ പിന്നീട് പറയുന്നത് നുണയായിക്കൊള്ളണം എന്ന് എന്ത് നിർബന്ധമാണ്? 50-50 ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ശരിയായിക്കൊണ്ടോടെ. അപ്പൊ ആ രീതിയിൽ മുൻധാരണകളില്ലാതെ, വിധിക്കാതെ അയാൾ പറയുന്ന പ്രവർത്തികളിൽ വല്ലതുമുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ നമുക്ക് ഈ 4ാമത്തെ മാനത്തിൽ കടന്നു വരുന്ന ഒന്നാണ്. ആ വ്യക്തി എന്തോ ആയിക്കോട്ടെ, അയാൾ കള്ളനോ കൊലപാതകയോ തെമ്മാടിയോ ആരോ ആയിക്കോട്ടെ, പക്ഷെ അയാളിൽ നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അയാളുടെ മുൻകാല ജീവിതം വെച്ചുകൊണ്ട് അയാളെ നമ്മൾ റദ്ദ് ചെയ്യില്ല. അതാണ് പഠിപ്പിക്കുന്ന 3ാമത്തെ പാരമ്പര്യത്തിൽ ആത്മീയതയ്ക്ക് അതാണ്. അപ്പൊ ആ വ്യക്തി ആരാന്നുള്ളതല്ല, അയാൾ ആ വ്യക്തി എന്ത് ചെയ്തു എന്നുള്ളതല്ല, അയാളുടെ വീട്ടിൽ ഭാര്യയെ തല്ലുന്നുണ്ടോ എന്നുള്ള എന്റെ വിഷയമല്ല. അയാൾ മീറ്റിംഗിൽ എന്ത് പറയുന്നു അതൊന്ന് എനിക്ക് പഠിക്കാനുണ്ടോ, ഞാൻ എടുക്കുക. ആ വ്യക്തിയെ ക്യാൻസൽ ചെയ്യുക, ആ വ്യക്തിയെ ബഹിഷ്കരിക്കുക. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ രീതിയല്ല എന്ന് പറയും. ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പടികളിലൂടെ ആയിരിക്കണം. അപ്പോഴേ ഈ പുതിയ അവബോധവും ഈ മനോഭാവവും എനിക്ക് ഉണ്ടാവുന്നുള്ളൂ. വ്യക്തികളെ പൂർണ്ണമായിട്ട് ക്യാൻസൽ ചെയ്യുന്ന കൾച്ചറിന് ഞാൻ മാറ്റം ഉണ്ടാവുള്ളൂ. കാരണം ഓരോ ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് വരെ നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാ മനുഷ്യരും, അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും പഠിക്കാൻ നമുക്കുണ്ട്. നമ്മൾ എവിടെയോ എത്തി എന്ന തോന്നലാ
നമ്മുടെ മാത്രം അറിവാണ് ശരി എന്നുള്ള ധാരണ നമുക്ക് മാറുന്നത്. അവിടെയാണ് ആത്മീയതയുടെ ലോകത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടോ? എന്താണ് ആത്മീയത? ആത്മത്തിലേക്ക് അപരനെ ഉൾക്കൊള്ളുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 46-ാമത്തെ പേജിലൊക്കെ പറയുന്ന ആത്മീയത മറ്റു മനുഷ്യരെ അവരെങ്ങനെയോ ആയിക്കോട്ടെ, അവരുടെ ആശയങ്ങൾ എന്തോ ആയിക്കോട്ടെ, അവരായി ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടോ അവന്റെ അറിവിനെ കുറിച്ച്? അവൻ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന എടുക്കാതെ ആ വ്യക്തിയെ വിലയിരുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആത്മീയതയുടെ ലോകത്തിലല്ല എന്നാണ് സത്യം. നമ്മൾ അതിലേക്ക് വളരേണ്ടതുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് ബോധ്യമെങ്കിലും ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ. ഒറ്റയടിക്ക് നമ്മൾ മാറ്റാനൊന്നും പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞത് ധാരണയിലും ഫലപ്രാപ്തിയിലുമുള്ള വളർച്ചയിലേക്കുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടോ? എന്താ ധാരണ? ഞാൻ ആരാ, ഞാൻ എന്താ, എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്, അത് എത്ര എളുപ്പമല്ല മാറ്റല് എന്നുള്ള ധാരണ എനിക്ക് ഉണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫലപ്രാപ്തി, അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ഞാൻ ചെയ്യാം. അതെവിടെയാണ്? ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതല്ല എന്ന് പറയാറുണ്ട്. അത് ജീവിതകാലം മുഴുവൻ ഓരോ ദിവസവും എന്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകേണ്ട യാത്രയാണെന്നാണ് പറഞ്ഞത്. അതിനെന്താ വേണ്ടേ? നമ്മുടെ 10-ാമത്തെ പടിയുടെ ഭാഗത്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ ആദ്യം എന്റെ സ്വാർത്ഥതയെ കുറിച്ചുള്ള ബോധ്യം എനിക്ക് ഉണ്ടാവണം. ഞാൻ എന്ത് ചിന്തിക്കുമ്പോഴും എന്നെ കേന്ദ്രീകരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഞാനാണ് എന്നുള്ള ചിന്തയിലാണ്. സ്വാർത്ഥതയാണ് അടിസ്ഥാനപരമായ കുഴപ്പം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വാർത്ഥരായിരിക്കുന്നു. ഭയങ്കര സ്വാർത്ഥത. അതുകൊണ്ടാണ് നമ്മൾ ശരി, നമ്മൾ മാത്രം ശരി എന്നുള്ള, നമ്മളും നമ്മളുമായി നിൽക്കുന്ന, നമ്മുടെ മാമുക്കോയ ഒരു സിനിമയിൽ തല്ലാൻ വിളിക്കുമ്പോൾ എന്നോടും ഇവനോടും കൂടി ആരാ തല്ലാനുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഴമക്കാരനെ വാർപ്പ് മാതൃക കിട്ടി അയാളുടെ ആശയം എന്റെ ആശയം, ഇതിനപ്പുറം വേറൊന്നുമില്ല. വേറെ ഒക്കെ റദ്ദ് ചെയ്തു. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ അയാളുടെ മീറ്റിംഗിൽ ഇരിക്കും, അയാൾ പറയുന്ന ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ആ വ്യക്തിയോട് വിരോധം ഉണ്ടെങ്കിൽ അതിനൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെയാണ് മുൻധാരണ മാറ്റാൻ തയ്യാറുണ്ടോ? ഇത് മീറ്റിംഗിൽ പരിശീലിച്ചാലേ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, നമ്മുടെ ബോസ് ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിക്കോട്ടെ, അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അവർ പറയണതിന് മുന്നേ എന്നും പറയണ്ട, നീ പറയണതൊക്കെ തെറ്റാന്ന് പറയുന്നത്, നമുക്ക് തന്നെ കുഴപ്പമുണ്ടാവും. ഇതിന് കാരണം നമ്മുടെ സ്വാർത്ഥതയാണ്. അപ്പൊ നമ്മൾ ഈ സ്വാർത്ഥതയെ പരിശോധിക്കണം. ഓരോ ദിവസവും ഇത് പരിശോധിക്കണം. ഓരോ ദിവസത്തെ പ്രവർത്തികളിൽ ഞാൻ പരിശോധിക്കണം. വീട്ടിലുണ്ടാവുന്ന പ്രവർത്തികളിൽ, സമൂഹത്തിലേക്കുള്ള പ്രവർത്തികളിൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിലുള്ള പ്രവർത്തികളിൽ, എന്റെ സത്യമില്ലായ്മ. ഏറ്റവും വലിയ കുഴപ്പം എന്താ? ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പഴയ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി അത്ര പെട്ടെന്ന് മാറുന്നില്ല. സമഗ്രമായ വ്യക്തിത്വത്തിൽ മാറ്റം ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് സത്യമില്ലായ്മ ഉണ്ട്. നല്ല രീതിയിൽ കളവുകൾ പറഞ്ഞു വന്നിട്ടുള്ള ആളാണ്. അതേപോലെ വിദ്വേഷമുണ്ട്. നേരത്തെ പറഞ്ഞ് എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ തൊട്ട് സംസാരിക്കുന്ന രീതികളിൽ മാറ്റം വരുത്തുന്ന ആൾക്കാർ, മീറ്റിംഗിൽ കൂടുതൽ സമയം ഷെയർ ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെ വിദ്വേഷം. മീറ്റിംഗിൽ നോക്കിയാൽ മതി, അവിടെ വരെ വിദ്വേഷമുണ്ട്. പല ആൾക്കാരും എനിക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാർ ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഇറങ്ങിപ്പോവും. ചില ആൾക്കാർ അവരുടെ മാത്രം മീറ്റിംഗിൽ ഷെയർ ചെയ്തിട്ട് ഉടനെ ഇറങ്ങിപ്പോവും, ബാക്കിയുള്ളവരെ കേൾക്കണമെന്നില്ല. എന്നിട്ട് അവര് ഒന്നുമില്ലാത്ത കുറെ ന്യായം പറയും. അതോടുകൂടി എനിക്ക് ദേഷ്യം വരും. ഇതൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ എന്താണ്, അത് എന്റെ തെറ്റാന്ന് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞ് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് ആ വിദ്വേഷം എനിക്ക് ഇന്നും കടന്നു വരുന്നുണ്ട്. ഭയമുണ്ട് എനിക്ക് പലതിനെ കുറിച്ചും. പല കാര്യങ്ങളിലുള്ള ഭയമാണ് മറ്റു വ്യക്തികളെ അമിതമായി നമ്മൾ വെറുക്കുന്നതിന്റെ കാരണം നമ്മുടെ ഭയമാണ്. അത് നമ്മുടെ പരിണാമത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല നമുക്കത്. ആവശ്യത്തിന് നമ്മളൊക്കെ ഒരു കാലത്ത് ഉപകരിച്ച ഒന്നായി ഈ ഭയം. ഇന്ന് ആ ഭയം നമ്മുടെ അസ്തിത്വത്തില് അതിന്റെ മടയിൽ ഇത് വീഴ്ത്തുന്ന ഒന്നായിട്ട് മാറുന്നത് നമ്മൾ 4-ാമത്തെ പടിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ എല്ലാ ദിവസവും ഞാൻ നിരീക്ഷിക്കണം. എന്നിട്ട് ഇത് തല പൊക്കുന്ന സമയത്ത് എന്താണ്, ഞാൻ സ്വയം എളിമയിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, എളിമയെക്കുറിച്ച് ആചാരമായിട്ടല്ല, ഞാൻ എനിക്കൊരു സുഹൃത്ത്, സ്പോൺസറോ അല്ലെങ്കിൽ സുഹൃത്തോ, അവരോട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റണം. എന്നെ കേന്ദ്രീകരിച്ച ലോകത്തിൽ നിന്ന് മാറി എന്റെ കുഴപ്പം ഇന്നതാണ്, എന്റെ സ്വാർത്ഥത, എന്റെ സത്യമില്ലായ്മ, എനിക്ക് വിദ്വേഷം ഉണ്ടായി, എനിക്ക് ഇന്ന രീതിയിൽ ഭയം ഉണ്ടായി, ആ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നത്തില് അയാളെ കാണുമ്പോൾ എനിക്ക് വിരോധം വരുന്നുണ്ട്, അയാളെ എന്താണെന്നറിയില്ല, അയാളെ കുറിച്ച് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് പറയാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. എനിക്കൊരു കുഴപ്പമുണ്ട് എന്നുള്ള പറച്ചിലുകൾ. ഇതൊന്നും പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല വൈകാരികതയെ. ഇത് എങ്ങനെയാ മാറ്റുക? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൊക്കെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പലതും മാറ്റാൻ പറ്റാത്ത പല ഗുണങ്ങളുണ്ട്. നമ്മുടെ അപവാദം പറയുന്നത്, നമ്മുടെ നുണ പറയുന്ന ശീലം, നമുക്ക് നുണയെ പോസിറ്റീവായിട്ട് കുറെ മാറ്റാന്നുണ്ട്. ചില ആൾക്കാർ ചില സംഭവങ്ങളെ കുറച്ച് പർവ്വതീകരിച്ച് പറയും. നമ്മളിതിന് മുന്നേ പറഞ്ഞതാ. അത് പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ട് എന്നറിഞ്ഞാൽ
ചില സൂത്രപ്പണികളെ കൊണ്ട് നമുക്ക് മാറ്റാം. നമുക്ക് ദേഷ്യമുള്ള ആളോടല്ലാണ്ട് നമ്മുടെ സുഹൃത്തിന്റെ അടുത്ത് ഈ ദേഷ്യം കാണിക്കാം. അങ്ങനെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ മാറ്റം. ഈ മാറ്റം എയുടെ പ്രോഗ്രാമിലേക്കുള്ള നമ്മളെ മാറ്റുന്ന ഒന്നാണ്. പൂർണ്ണമായിട്ടും ഇതില്ലായ്മ ചെയ്യുന്ന ഒന്നല്ല. ഇതെല്ലാം വരുമ്പോൾ ഏറ്റുപറച്ചിൽ പറ്റുന്നുണ്ടോ? പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? അവിടെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്ന ആളുകൾ, അവര് ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങളാണ്. അവരുമായിട്ട് ഉപാധികളില്ലാതെ ഞാൻ വലിയ സഹായം ചെയ്യുന്നു എന്ന മനോഭാവം ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പോഴാണ് നമ്മൾ ഉയർത്തപ്പെടുന്നത്. നമ്മളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുഴപ്പമാണ് നമ്മുടെ ജീവിതം, നമ്മൾ അങ്ങനെ, നമ്മൾ ഇങ്ങനെ. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ഷെയറിങ്ങിൽ പോലും നമ്മൾ നമ്മളെ ബൂസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. നമ്മുടെ ഒരു ഭയങ്കര സംഭവമാണ്. അതിന് പകരം മറ്റുള്ളവരിലേക്ക് കുറെ കൂടി ശ്രദ്ധ തിരിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴാണ് വലിയ മാറ്റം ഉണ്ടായത്. ഞാൻ അത്ര വളരെ നിസ്സാരനാണെന്നുള്ള തോന്നൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടപ്പോഴാണ് എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള ധൈര്യം വന്നത്. എത്രയോ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, അപ്പൊ അവർക്ക് ബാക്കി സഹായങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. സഹായം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അവരിലേക്കുള്ള ശ്രദ്ധ കൊടുക്കുക, അതിനെ തുടർച്ചയായിട്ട് ഉപാധികളില്ലാതെ പ്രവർത്തനങ്ങൾ, അവിടെ നമ്മളിൽ തന്നെയുള്ള ശ്രദ്ധ കേന്ദ്രീകരണം കുറയ്ക്കാനായി പറ്റും. അവിടെയാണ് പറയുന്ന ഏതൊരു പ്രവർത്തനത്തിലും എയിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും എല്ലാ ഭാഗങ്ങളിലും നമുക്ക് വെറുപ്പുള്ള ആളുകളുടെ ഇടയിൽ ബാധിക്കും. അവിടെ നമ്മുടെ നിയമസംഹിത പുനർനിർവചിക്കപ്പെടും 4-ാം മാനത്തിൽ. അതെന്താണ്? സ്നേഹവും സഹിഷ്ണുതയുമാണ് നമ്മുടെ നിയമസംഹിത. നമുക്ക് സ്നേഹവും സഹിഷ്ണുതയുള്ളപ്പോൾ എങ്ങനെയാ വേറൊരാളെ പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്യുക, വേറൊരാൾക്കെതിരെ പരദൂഷണം പറയുക, ക്യാൻസൽ കൾച്ചറിന് നിൽക്കുക, മറ്റുള്ള ആൾക്കാരെ കുറിച്ചുള്ള അപവാദങ്ങളോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അനാവശ്യമായിട്ട് ഉള്ള പ്രചാരണങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ നിൽക്കുക? അവിടെ നമ്മൾ സ്നേഹവും സഹിഷ്ണുതയും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്നൊക്കെ പുറത്തേക്ക് വരും. ആ 4-ാം മാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ നിയമസംഹിത സ്നേഹവും സഹിഷ്ണുതയായിരിക്കും. എതിർപ്പുകൾ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ നമ്മൾ സ്നേഹത്താൽ പരിവർത്തനം ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഭാഗത്തേക്ക് കടന്നു വരും. അവിടെ ആത്മീയ പദ്ധതി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായി മാറും. നമുക്ക് നമ്മുടെ പുരോഗതികളെ കൃത്യമായിട്ട് അളന്ന് നോക്കാനായിട്ട് പറ്റും. ആ പുരോഗതികൾ എവിടെ നമ്മളെ എത്തിക്കുന്നുണ്ട്? പൂർണ്ണത ലക്ഷ്യം വെച്ചുകൊണ്ട് പൂർണ്ണതയിലേക്കുള്ള യാത്രയാണെന്ന് പറയാറുണ്ട്. പൂർണ്ണത ലക്ഷ്യം വെച്ചാലേ പുരോഗതി ഉണ്ടാവുള്ളൂ. അവിടെ ഇന്നലത്തെ ഞാനല്ല ഈ രീതിയിലേക്ക് ഞാൻ പോകുമ്പോൾ ഇന്നലത്തേക്കാൾ മികച്ച ഞാനായിട്ട് ഞാനിന്ന് മാറുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എയുടെ പ്രോഗ്രാമും കൊണ്ട്. ഇന്നലത്തേക്കാൾ മികച്ച രീതിയിൽ എന്നെ പരിശോധിക്കാനും എൻ്റെ തെറ്റുകളെ കൂടുതൽ കണ്ടെത്താനും പറ്റുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും അപ്ഡേറ്റുകളും വരുന്നുണ്ട്. ഈ രീതിയിൽ തന്നെ അവിടെ കമ്പയറിങ് ഞാനുമായിട്ട് മാത്രമേ നടത്താറുള്ളൂ. എനിക്ക് വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്യണം. മറ്റുള്ളവർ എന്ത് പറഞ്ഞു എന്നല്ല, എനിക്ക് എന്ത് പറയുന്നു, എത്രത്തോളം ഞാൻ എന്നെ ഈ കാര്യങ്ങൾക്ക് വെക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ടാണോ ഞാൻ എന്നെ പരിശോധിക്കുന്നത്, മറ്റുള്ളവർ നടത്തുന്ന അതേ പരിശോധന. അപ്പൊ ഇന്നലത്തേക്കാൾ മികച്ച രീതിയിൽ മാറുക. മറ്റൊരാളാകാതെ ഞാൻ എന്ന വ്യക്തി ഒരിക്കലും വേറൊരാളാകാൻ പറ്റില്ല എന്ന് മേയുടെ പ്രോഗ്രാം പറയാറുണ്ട്. ഞാനായി തന്നെ നിന്നുകൊണ്ട് എന്നെ കുറെ കൂടി മെച്ചപ്പെട്ടവനാക്കി മാറ്റുക എന്നത് തന്നെയാണ് ഈ 4th ഡയമെൻഷനോടെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ദിവസത്തെ പരിപാടിയാണ്. തീർച്ചയായിട്ടും പരിപൂർണത ലക്ഷ്യം വെച്ചുകൊണ്ട് പുരോഗതിയിലേക്കുള്ള യാത്രയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളോട് കുറച്ചു നേരം പറയാൻ കിട്ടിയാൽ ഒരു 8 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്. അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധാശംസ. താങ്ക് യു.